20-ാം നൂറ്റാണ്ടിലെ മനുഷ്യന്റെ ഒരു കേരളീയ മലയാളിയെ സങ്കല്പിച്ചാണ് മനുഷ്യനാമുഖം എന്ന നോവൽ. ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിന്റെ ഒരു കാൽഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 90-കളിൽ എഴുതി തുടങ്ങിയ സുഭാഷ് ചന്ദ്രൻ 2026-ൽ എഴുത്തുമേശയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ ഈ കാലം മുന്നോട്ട് വയ്ക്കുന്ന പ്രചോദനവും വെല്ലുവിളിയും എന്താണ്? നിയമസഭയുടെ ഇങ്ങനൊരു ഹാളില് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സംഭാഷണത്തിന് ശേഷം ഒരു എഴുത്തുകാരൻ്റെ സംഭാഷണം കേൾക്കാനിരിക്കുന്ന നിങ്ങൾക്ക് വലിയ നമസ്കാരം. അബിൻ പറഞ്ഞതുപോലെ വളരെ എഴുത്തുകാലത്തിൻ്റെ ദൈർഘ്യം എനിക്കുണ്ട്. 17 വയസ്സിൽ എഴുതിയ ഈഡിപ്പസിൻ്റെ അമ്മയാണ് എൻ്റെ ആദ്യത്തെ ചെറുകഥ. എൻ്റെ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറു കഥ. ഈ വർഷം എനിക്ക് 54 വയസ്സാവും. 37 വർഷത്തെ എഴുത്ത് ജീവിതത്തിൽ 30 കഥകൾ പോലും എഴുതാത്ത ഒരാളാണ് ഞാൻ. 2 നോവലുകളാണ് ആകെ എഴുതിയിട്ടുള്ളത്. അതെല്ലാം തന്നെ എഴുതണം എന്ന തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ എഴുതാതിരിക്കാൻ വയ്യ എന്ന ഒരു നിവൃത്തികേട് വരുമ്പോൾ മാത്രം എഴുതിയ കഥകളും നോവലുകളുമാണ്. എന്തിനു എഴുതണം എന്നുള്ളത് അബിൻ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രധാന കാതലായിട്ട് ഞാൻ കരുതുന്നു. ധാരാളമായിട്ട് എഴുത്തുണ്ടാവുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ നമുക്ക് അക്ഷരോത്സവങ്ങളുടെ ഒരു മഹാപ്രളയം തന്നെ കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളത്തിലുണ്ട്. എൻ്റെ അറിവിൽ ഒരു 18ഓളം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ കേരളത്തിലുണ്ട്. അതിൽ റിസർച്ച് ചെയ്യുന്ന, ഗവേഷണം ചെയ്യുന്ന ഒരു യുവാവിനെ ഞാൻ കഴിഞ്ഞ വർഷം കാണുകയുണ്ടായി. അവൻ കോട്ടയം യൂണിവേഴ്സിറ്റിയിൽ ആണെന്ന് തോന്നുന്നു, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ അക്ഷരോത്സവങ്ങൾ എന്ന വിഷയത്തിലാണ് പ്രബന്ധം സൃഷ്ടിക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ ഒരു കുടുംബം നടത്തുന്ന അക്ഷരോത്സവം പോലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ അധികാര സ്ഥാപനങ്ങൾ നടത്തുന്നത്, പത്രങ്ങൾ നടത്തുന്നത്, കോളേജുകൾ നടത്തുന്നത്, സംഘടനകൾ നടത്തുന്നതായിട്ട് നിരവധി അക്ഷരോത്സവങ്ങൾ വരുന്നു. അതിനോടനുബന്ധിച്ച് പുസ്തകശാലകൾ വരുന്നു. അവിടെയെല്ലാം നല്ല വിൽപ്പന ഉണ്ടാകുന്നു. ഒരുപാട് പുതിയ എഴുത്തുകാർ വരുന്നു. നവമാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പുകൾ വരെ പുസ്തക രൂപത്തിലായിട്ട് അച്ചടിക്കപ്പെടുന്നു. അതെല്ലാം നല്ല നിലയിൽ വിൽക്കപ്പെടുന്നു. അതിനിടയിൽ നമ്മുടെ പ്രസക്തി എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് അബിൻ ചോദിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കൊണ്ട ഒരു ചോദ്യം. നോക്കുക, നമ്മൾ എഴുത്തുകാരെ നമ്മൾ ഒരു സാംസ്കാരിക നായകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ജഡ്ജിമാർ പോലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായങ്ങളിൽ പഴയകാലത്തിൻ്റെയോ സമകാലത്തിൻ്റെയോ ആയിട്ടുള്ള ഒരു സാഹിത്യകൃതിയിലെ വാചകം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അലങ്കാരമായിട്ട് ചേർക്കുന്നു. കുമാരനാശാൻ പറഞ്ഞതുപോലെ എന്നൊരു പ്രസംഗത്തിൽ ഒരു നിയമസഭാ സാമാജികൻ സംസാരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊരു മതിപ്പ് തോന്നുന്നു. സമൂഹം എഴുത്തുകാരനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് കരുതുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യങ്ങളാണിവ. എന്നാൽ ഈ ഇരിക്കുന്ന ഒരു ടേബിൾ കൊത്തുന്ന, അല്ലെങ്കിൽ ഇവിടെയുള്ള ഇരിപ്പിടങ്ങൾ സൃഷ്ടിച്ച ആ ഗംഭീരന്മാരായ സൃഷ്ടികർത്താക്കൾ ചെയ്ത നിർമ്മാണ കുശലതയോ സമഗ്രമായിട്ടുള്ള സമർപ്പണ ബോധമോ അതിനപ്പുറത്തേക്ക് ഒരു തരിമ്പെങ്കിലും കൂടുതൽ ആവശ്യമുണ്ട് ശരിക്കും സാഹിത്യത്തിന് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എഴുതാൻ ശ്രമിക്കുന്ന ഒരു മാതൃഭൂമിയുടെ ചുമതലക്കാരെന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വിവിധ സാഹിത്യ ക്യാമ്പുകളൊക്കെ, ഇപ്പം ഞാൻ നെയ്യാറിലൊരു സാഹിത്യ ക്യാമ്പ്, അതിൻ്റെ ക്യാമ്പ് ഡയറക്ടറായിട്ട് ഇപ്പം അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. ഒരുപാട് പുതിയ കുട്ടികൾ അവിടെ, നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് കുട്ടികൾ വന്നു. അവരുടെ എല്ലാം പ്രധാനപ്പെട്ട അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള സാഹിത്യത്തിലുള്ള അവബോധം, ഇപ്പോഴത്തെ ഈ 2026 എത്തുമ്പോഴുള്ള അവബോധം എന്ന് പറയുന്നത്, സാഹിത്യത്തിലൊരു ജനാധിപത്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആർക്കും എഴുത്തുകാരനാവും. പഴയ കാലത്തെ ഏതെങ്കിലും പ്രത്യേക വരേണ്യ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ആനുകൂല്യങ്ങളുള്ള അല്ലെങ്കിൽ സവിശേഷമായ അധികാരങ്ങളുള്ള ആളുകൾ മാത്രം കൈകാര്യം ചെയ്ത് എഴുത്തിൽ നിന്ന് മാറി എല്ലാവർക്കും എഴുതാവുന്ന ഇടം വന്നു. അത് വാസ്തവത്തിൽ കേൾക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞാൽ ആശ്വാസം തരുന്ന ഒരു പ്രസ്താവനയാണ്. എന്നാൽ നോക്കൂ, ഒരു സ്വർണ്ണമാല സൃഷ്ടിക്കുന്ന ഒരു പണിക്കാരൻ സ്വർണവും ചെമ്പും അതിൻ്റെ അനുപാതത്തിൽ ചേർത്ത്
അയാൾ സൃഷ്ടിക്കുന്ന ആ സൃഷ്ടി കുശലതയുടെ ഒപ്പമെങ്കിലും എത്തേണ്ടതാണ് ഒരു അക്ഷരം നിർമ്മിക്കുന്ന ആൾ. അവിടെ ഏതെങ്കിലും പ്രിവിലേജിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, സൃഷ്ടി വൈഭവത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു മരക്കസേര സൃഷ്ടിക്കുന്ന ഒരു ആശാരി, അദ്ദേഹത്തിന്റെ നിർമ്മാണ കുശലത. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരനായ സൃഷ്ടികർത്താവ് ഒരു എഴുത്തുകാരനല്ല, പെരുന്തച്ചനാണ്. നമ്മൾ പെരുന്തച്ചൻ കോംപ്ലക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ആശാരിയാണ്, ഒരു മരപ്പണിക്കാരനെയാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. അതിനർത്ഥം അതിൽ നമ്മുടെ യാതൊരുവിധ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ക്രിയേറ്റിവിറ്റിയെ മാനിക്കുന്നു, സർഗാത്മകതയെ കേരളം, ലോകം തന്നെ മാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവരെല്ലാം ചെയ്യുന്ന നിർമ്മാണ കുശലത, ക്രാഫ്റ്റ്മെൻഷിപ്പ് എന്ന് നമ്മൾ പറയുന്ന അതിൻ്റെ ഒപ്പം യഥാർത്ഥത്തിൽ അതിനേക്കാൾ മുകളിൽ വേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ സാംസ്കാരിക നായകൻ എന്ന് പറയുമ്പോൾ ഒരു പെരുന്തച്ഛനെ ഓർക്കാത്തത്, എഴുത്തുകാരനെ ഓർക്കുന്നത്. അതിൻ്റെ ഒപ്പമെങ്കിലും നിൽക്കുന്ന ഒരു നിർമ്മാണ കുശലതയും അവഗാഹവും ധ്യാനവും അധ്വാനവും എഴുത്തുകാരന് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് എൻ്റെ ഉത്തരം. എന്നാൽ ഇന്ന് പുറത്തിറങ്ങുന്ന എഴുത്തുകളിൽ, പുസ്തകങ്ങളിൽ, വിൽക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള 45% 40% എങ്കിലും മാർക്ക് അവയ്ക്കുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, അവരെല്ലാവരും എഴുത്തുകാരാണ് എന്ന് നമ്മൾ കരുതുന്നു, അവരും സ്വയം വിശ്വസിക്കുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നു, എല്ലാം നല്ലത് തന്നെയാണ്. ഇപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് അതിന് ഓർമ്മയുണ്ടാവും, നമ്മളൊക്കെ പൈങ്കിളി നോവലുകളും ഡിറ്റക്റ്റീവ് നോവലുകളും ഒക്കെ വായിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് നമുക്ക് അവർ പ്രിയപ്പെട്ട എഴുത്തുകാരൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ വേഗത്തിൽ വായിക്കുവാൻ, അക്ഷരം തടയാതെ വായിക്കുവാൻ, വേഗത്തിൽ വായിച്ച് മനസ്സിലാക്കുവാൻ എല്ലാം നമ്മുടെ കളരികളും അത് തന്നെയായിരുന്നു. എന്നാൽ എഴുത്ത്, സർഗാത്മകതയുടെ യഥാർത്ഥ പ്രകാശനങ്ങൾ അവയല്ല എന്നും അവയ്ക്ക് ഒരു പടി കൂടി മുകളിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ആ നടക്കല്ലുകൾ കയറുന്നത് പോലെ യഥാർത്ഥങ്ങളിലേക്ക് പോകുന്നു. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന പുസ്തകങ്ങളിൽ നമുക്കൊരു പുതിയ തലമുറയ്ക്ക് ഒരു വിമുക്തി സാധ്യമായിരിക്കും കുറച്ചു കാലം കഴിയുമ്പോൾ. എന്നാൽ 2026 യഥാർത്ഥ എഴുത്തുകാർ എന്ന് നമ്മൾ കരുതുന്നവരും എഴുതുന്നതിൽ ഉന്നയിച്ച ഒരു എഴുത്തിനെ സംബന്ധിക്കുന്ന, സർഗാത്മകതയെ സംബന്ധിക്കുന്ന യഥാർത്ഥ പ്രകാശനങ്ങൾ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ അധികാരത്തിന്റെ ഇവിടെ നിറഞ്ഞിരുന്ന ഒരു സദസ്സ് പെട്ടെന്ന് സുഭാഷ് ചന്ദ്രനെ കാണുമ്പോൾ ശൂന്യമായി. കാരണം ഒരു പൊളിറ്റിക്കൽ നേതാവിനേക്കാൾ ചെറുതാണ് ഒരു എഴുത്തുകാരെന്ന് സമൂഹം വിചാരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ആർക്കും ഒരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ KC വേണുഗോപാൽ എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള മതിപ്പും സ്നേഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഇത് ആരാ വന്നേക്കണെന്ന് അറിയില്ല. അതൊരു പരിമിതി ആയിട്ട് നമുക്ക് തോന്നുന്നത് പോലുമില്ല. KC വേണുഗോപാൽ കയറി വന്ന് സുഭാഷ് ചന്ദ്രന് കൈകൊടുത്തപ്പോൾ സുഭാഷ് ചന്ദ്രന്റെ ഭാഗ്യം എന്നായിരിക്കും അനുയായികൾ വിചാരിക്കുക. കാരണം ഇത് മഹാത്ഭുതമാണല്ലോ, അയാളെ നമുക്കറിയില്ലായിരുന്നു, പക്ഷെ മൂപ്പർക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കന്മാർ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന, ഭാഗ്യവശാൽ നമ്മുടെ ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും എല്ലാ മതസംഘടനകളുടെയും നേതാക്കന്മാർക്കൊക്കെ നല്ല വായനയും നല്ല അവബോധമുണ്ട്. എനിക്ക് ഇവരൊക്കെ ആയിട്ട് വളരെ കാലത്ത് സ്നേഹപരിചയങ്ങളുണ്ട്. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കൂടിയുള്ള പരിചയമാണ്. അവരെല്ലാവർക്കും അതിനെ പറ്റിയുള്ള നല്ല ധാരണയുണ്ട്. എന്നാൽ അണികളിലേക്ക് ഈ ആദരത്തിന്റെ, ഈ കരുതലിന്റെ, ഈ സ്നേഹത്തിന്റെ ഒരു അംശം പകർന്നു കൊടുക്കുന്നതിൽ അവർ നന്നായിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അവർ അവരുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ സഹായകമായിട്ടുള്ള പല അനുകൂലങ്ങളിൽ ഒന്നായിട്ട് മാത്രമാണ് ഈ എഴുത്തുകാരുമായിട്ടുള്ള സൗഹൃദത്തേക്ക് കാണുന്നത്. അല്ലാതെ ഇവരാണ് നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ, ചാനൽ ചർച്ചകളിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളെ പറ്റി, നമ്മുടെ സാംസ്കാരിക പ്രശ്നങ്ങളെ പറ്റി, നമ്മുടെ കാടും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തെ പറ്റി, വനം വന്യജീവി ആ മനുഷ്യനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ പറ്റിയെല്ലാം ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു എഴുത്തുകാരനെ അവിടെ കണ്ടിട്ടുണ്ടോ? ഈ ചാനൽ പ്രവർത്തകർക്കെല്ലാം എഴുത്തുകാരായിട്ട് പരിചയമുണ്ട്. എഴുത്തുകാരിൽ പലർക്കും അവിടെ ഇരുന്ന് ആക്രോശിക്കുന്ന പലരെക്കാളും ഇതിനെപ്പറ്റി അഗാധമായി സംസാരിക്കാനുള്ള ജ്ഞാനവും സമയമുണ്ട്. അവർക്ക് അതിനെപ്പറ്റി കൺസേൺ ഉണ്ട്. രാഷ്ട്രീയ ചർച്ചകളിലാവട്ടെ എഴുത്തുകാർ പ്രായണ ഉണ്ടാവാതിരിക്കുന്ന നമുക്കൊരു കുറവായിട്ട് പോലും നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ
ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചകൾ ചാനലിൽ നടക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഒരു എഴുത്തുകാരുടെ അഭിപ്രായം ചോദിക്കാമെന്ന് അവരോ അങ്ങനെ അവരില്ലാത്തതിൽ ആ ആബ്സെൻസിൽ അതിൻ്റെ ശ്രോതാക്കളോ പ്രേക്ഷകരോ ഒട്ടും ഖിന്നരല്ല. അവർക്കതിനെപ്പറ്റി യാതൊരു ഇത് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ മാത്രമല്ല സാമൂഹിക മണ്ഡലത്തിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപജയമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോൾ നമുക്ക് ഒരു കാലത്ത് കുമാരനാശാൻ എന്ന് പറയുന്ന അതിഗംഭീരനായിട്ടുള്ളൊരു എഴുത്തുകാരൻ കേരളത്തിൽ അക്കാലത്ത് രൂപപ്പെട്ടു വന്ന ഒരു സാംസ്കാരികമായ നവോത്ഥാനത്തിൻ്റെ പതാകവാഹകന്മാരിൽ പ്രമുഖനായിരുന്ന നാരായണ ഗുരു സ്ഥാപിച്ച ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി. വള്ളത്തോൾ നാരായണ മേനോനാകട്ടെ കേരള കലാമണ്ഡലം എന്ന് പറയുന്ന അതിഗംഭീരമായ സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഉദ്ഘാടകനും അതിന്റെ ആവിഷ്കർത്താവുമായിരുന്നു. ഉള്ളൂര് ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. എഴുത്തുകാര് എഴുത്തിൽ മാത്രമല്ല ഒരു സമൂഹത്തിന്റെയും സംസ്ഥാനത്തിന്റെ തന്നെയും നിർണായകമായ ഒരു ശക്തി കേന്ദ്രമായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാരമ്പര്യം നമ്മുടെ നാടിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ഇപ്പോൾ ശ്രീ KC വേണുഗോപാൽ നെഹ്റുവിനെ പറ്റി സംസാരിച്ചു. അദ്ദേഹമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി സൃഷ്ടിച്ചത്. ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യക്ക് ഒരു അക്കാദമി, ഒരു സാഹിത്യ അക്കാദമി വേണമെന്നും അതിൻ്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഒരു കാലമുണ്ട്. അദ്ദേഹം സ്വയം ഒരു എഴുത്തുകാരനായിരുന്നു. എഴുത്തുകാരെ മാനിക്കാൻ അറിയുമായിരുന്നു. കവിത എന്താണെന്ന് അറിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളിലും ഒരു കവിയാണ് എഴുതുന്നത് നമുക്ക് തോന്നുന്ന സംഗതിയുണ്ട്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിന് എഴുത്തിനോടുള്ള ഒരു സ്നേഹാദരങ്ങൾ, എഴുത്തുകാരനാണ് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ നായകൻ, അങ്ങനെയാണ് നമ്മൾ സാംസ്കാരിക നായകൻ എന്നുള്ള പ്രയോഗം. ആ യഥാർത്ഥമായ തിരിച്ചറിവുണ്ടായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ സമൂഹം പോയി എന്നുള്ളതാണ് അബിൻ ചോദിച്ച ഉത്തരത്തിന്റെ ഏറ്റവും ദുഃഖകരമായ ചോദ്യത്തിന്റെ ഏറ്റവും ദുഃഖകരമായ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതെന്തെങ്കിലും തിരിച്ചു വരണം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. ഇപ്പം സുഭാഷ് ഏട്ടൻ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, വലിപ്പമുള്ള കൃതികൾ അല്ലെങ്കിൽ വലിപ്പമുള്ള മനുഷ്യരുടെ അഭാവത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. വലിപ്പം എന്ന് പറയുന്നത് അതിൻ്റെ വിപണിയിലെ വലിപ്പമല്ല, കാതലിൻ്റെ വലിപ്പത്തെക്കുറിച്ച്. ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അതായത് പുതിയ കാലത്തിൻ്റെ ഒരു ഭാഷയിലുണ്ടായ ഒരു മാറ്റം വളരെ പ്രകടമാണ്. ഇപ്പം സുഭാഷ് ഏട്ടൻ ജഡമെന്ന സങ്കല്പത്തിൽ എഴുതിയ അല്ലെങ്കിൽ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയത്തിൽ എഴുതിയ ആ ഭാഷയിലല്ല ഇപ്പോൾ ഒരുപക്ഷെ താങ്കൾ സംസാരിക്കുന്നതും എഴുതുന്നതും. ഇപ്പം ജ്ഞാനസ്ഥാനത്തിലേക്ക് എത്തുമ്പോഴേക്കും സുഭാഷ് ചന്ദ്രൻ്റെ ഭാഷയ്ക്കും പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയൊരു തലമുറയുടെ ഭാഷ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. എഡിറ്റർ കൂടിയായ സുഭാഷ് ചന്ദ്രനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ഭാഷയെ പറ്റിയാണ്, എഴുത്തിലെ ഭാഷ മാത്രമല്ല. ആ ഭാഷാപരമായ ശുദ്ധി എന്ന് പറയുന്നത് പോട്ടെ, ശുദ്ധി വേറെ തരത്തിൽ പൊളിറ്റിക്കലി പ്രശ്നമുള്ള വാക്കാണ്. കറക്റ്റ് ആയിരിക്കണമല്ലോ, അക്ഷരങ്ങൾ ശരിയാവണം, വാചകങ്ങൾ ശരിയാവണം. അതുപോലും ശരിയല്ലാത്ത രീതിയിൽ ആണ് പലപ്പോഴും മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു അവസ്ഥ ഇന്ന് നിൽക്കുന്നത്. അപ്പൊ മലയാളത്തിലെ ഒരു ഭാഷയിൽ ശ്രദ്ധിക്കുന്ന എഴുത്തുകാരൻ, ശ്രദ്ധിക്കുന്ന ഇൻ ദ സെൻസ് ഭാഷ കൊണ്ട് ഈ പറയുന്ന കൊത്തുപണികൾ നടത്തുന്ന അപൂർവം എഴുത്തുകാരെ മലയാളത്തിലുള്ളൂ. ഒരുപാട് എഴുത്തുകാരില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് സുഭാഷ് ചന്ദ്രൻ. ഞാൻ ഇരുത്തി പറയുന്നതല്ല, ഫ്ലാറ്റർ ചെയ്യുന്നതല്ല. സീരിയസ്ലി നമ്മൾ ഒരു ഗദ്യത്തിന്റെ ഒരു പാരമ്പര്യം എടുത്താൽ ഭാഷയിൽ അലങ്കാരങ്ങളിൽ നിന്നും രൂപകങ്ങൾ കൊണ്ടും കൊത്തുപണികൾ സൃഷ്ടിക്കുന്നത് അപൂർവ എഴുത്തുകാരാണ്. അതിൽ ഏറ്റവും തലയെടുപ്പുള്ള എഴുത്തുകാരിൽ ഒരാളാണ് സുഭാഷ് ചന്ദ്രൻ. അങ്ങനത്തെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രസ്ഥാപനത്തിന്റെ എഡിറ്റർ എന്ന നിലയിലും ഈ മാധ്യമങ്ങൾ ഭാഷയിൽ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അത് എവിടെയൊക്കെ ചെന്നെത്തുക? ആ ഒരു ആശങ്കയുണ്ടോ മലയാള ഭാഷയെ കുറിച്ച്? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മുടെ കാലം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ്. ഭാഷ നശിക്കുമ്പോൾ സംസ്കാരം നശിക്കും, ജനത നശിക്കും എന്നുള്ള ഒരു പ്രാഥമികമായ അറിവിൽ നിന്ന് നമ്മൾ നീങ്ങിപ്പോയിട്ടുണ്ട്. വാസ്തവത്തിൽ ഭാഷയെ കലക്കുക എന്നുള്ളത് എല്ലാ അധിനിവേശ ശക്തികളുടെയും പ്രധാനപ്പെട്ട ഒരു ഉപകരണം, ഒരു ആയുധം കൂടിയായിരുന്നു. കാരണം ഭാഷ നശിച്ചാൽ നമ്മുടെ വിനിമയം ശക്തമല്ലാതാവും. നമ്മുടെ വാക്കുകൾ
നമ്മുടെ വ്യാകരണം, നമ്മുടെ വാക്ക്, നമ്മുടെ സംഗീതം, നമ്മുടെ ശില്പകല എല്ലാം നമ്മുടെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ ഒന്നാണ്. വേറെ എവിടെ നിന്ന് ഇറക്കുമതി ചെയ്തതല്ല. ജൈവികമായിട്ടുള്ള ഒരു വികാസവും ഉത്ഭവവും വികാസവുമാണ് ഭാഷയ്ക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളിലടക്കം വാർത്തകൾ വായിക്കുന്ന കൂട്ടത്തിൽ മുകളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന മലയാളം വാക്കുകൾ അത് കണ്ടാൽ അറിയാം എത്ര. ഇന്നിപ്പോൾ ഞാൻ രാവിലെ TV വെച്ചപ്പോൾ രാഹിൽ മാങ്കൂട്ടത്തിൽ നിന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അത് കണ്ടാൽ എന്തോ ഒരു സാങ്കേതിക പിഴവ് ആണെന്ന് വിചാരിക്കുന്ന പതനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മുമ്പ് കേരളത്തിന്റെ ഒരു മന്ത്രി സന്ദർഭവശാൽ അല്ലെങ്കിൽ പ്രസംഗവശാൽ ഒരു വാചകം പറഞ്ഞു, എൻ്റെ തലയിൽ എൻ്റെ വീട് ചുമന്ന് നടക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് അവര് ഇംഗ്ലീഷ് ചോദ്യമായതുകൊണ്ട് ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞപ്പോൾ അത് വ്യാകരണപരമായിട്ടും പ്രയോഗപരമായിട്ടും വലിയ തെറ്റാണ് എന്നൊരു വിമർശനം വന്നു. അപ്പൊ അത് നവമാധ്യമങ്ങളിൽ അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങളും അതിൻ്റെ എന്താണ് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ട്രോളുകളും ഒക്കെ വന്നു. അപ്പൊ ഞാൻ കൗതുകത്തോടെ ഈ മലയാളിയായ ഒരു മന്ത്രി ഇംഗ്ലീഷിൽ പറഞ്ഞതിന്റെ തെറ്റാണ് പറയുന്നത്. മലയാളികൾ അതിനെ വിമർശിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിമർശനങ്ങൾ അതിന്റെ താഴെയുണ്ട്. പല ട്രോളുകളിലായിട്ട് ഒരേ സംഭവത്തിൽ ലക്ഷക്കണക്കിന് ട്രോളുകൾ ഉണ്ടായി. മലയാളി ഇംഗ്ലീഷ് ഭാഷ തെറ്റായി പ്രയോഗിക്കുന്നതിന് അവരുടെ ധാർമ്മിക രോഷവും ഉയർന്നതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ ശകാരവാക്കുകളിൽ, ഈ മന്ത്രിയെ കുറിച്ചുള്ള ശകാരവാക്കുകളിൽ അല്ലെങ്കിൽ ശകാരവാചകങ്ങളിൽ ഒന്നുപോലും മലയാളത്തിൽ ശരിയല്ല. അക്ഷരത്തെറ്റും വ്യാകരണ തെറ്റും നിറഞ്ഞ അബദ്ധത്തിലാണ് ഈ മന്ത്രിയെ ഇംഗ്ലീഷിൽ പറഞ്ഞ അബദ്ധം. ഇംഗ്ലീഷ് വാചകത്തിന് തെറ്റുണ്ടായിരുന്നില്ല, അതിന്റെ പ്രയോഗത്തെ പറ്റിയായിരുന്നു. അങ്ങനെ ഒരു പ്രയോഗ സാധ്യത ഐ ആം ക്യാരിങ് മൈ ഹോം ഇൻ മൈ ഹെഡ് എന്നൊന്നോ മറ്റോണ് അവർ പറഞ്ഞത്. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഒരു വീട്ടമ്മ എന്നുള്ള മട്ടിൽ കൂടിയാണ് അത് പറഞ്ഞത്. അതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രയോഗം ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു വിമർശനം വന്നത്. അതിന് താഴെ അവരെ ശകാരിക്കുന്ന മലയാളത്തിൽ എഴുതപ്പെട്ട വിമർശനങ്ങളിൽ ഒരു വാചകം പോലും ശരിയായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. എന്നാൽ ആ മലയാളത്തിൽ വിമർശിക്കുവാനുള്ള ചെറിയ തെറി പറയുന്നതാണ്, അല്ലാണ്ട് വലിയ വ്യാകരണതകളുള്ള വാക്കൊന്നും ആവശ്യമില്ല. ഈ എടിപൊടി വിളിയാണ്. അതിൽ പോലും തെറ്റില്ലാതെ എഴുതാൻ അറിയാത്തവരാണ് ഇംഗ്ലീഷിൽ തെറ്റുന്നതിനെ പറ്റി പരാതി പറയുന്നത്. ശ്രേയ ഘോഷാൽ എന്ന് പറയുന്ന അതിഗംഭീരായ ഒരു ഗായികയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഗായികയാണ്. നമ്മൾ വ്യാകരണത്തിലും അക്ഷരത്തികവയിലും എല്ലാം ശ്രദ്ധാലുക്കളായിരുന്ന മഹാന്മാരായ പഴയ കാലത്തെ സംഗീത സംവിധായകരുണ്ടായിരുന്നു. ദേവരാജ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമികൾ, രാഘവ മാഷ്, അർജുനൻ മാഷ്, അവരൊക്കെ ഞാൻ സിനിമാ പാട്ടിന്റെ കാര്യം പറയണത് ഏറ്റവും കോമൺ ആയതുകൊണ്ടാണ്, ഏറ്റവും പൊതുജനങ്ങളുടെ ഒരു കലാരൂപമായതുകൊണ്ട് പറയാം, അവർക്ക് മനസ്സിലാവുന്നതിന് പറയാം. അതിനകത്ത് അവരെല്ലാം നിഷ്കർഷയോടെ ജാനകിയമ്മയും സുശീലാമ്മയും പുറത്തുനിന്നുള്ള ലീല നമ്മുടെ പാട്ടുകാരിയായിരുന്നു, പുറത്തുനിന്ന് വന്ന ഓരോരുത്തരെയും, ഈവൻ നമ്മുടെ ലതാ മങ്കേഷ്കറെ പോലും മലയാളത്തിൽ കഥകളി ചെങ്കഥളിയൊക്കെ പാടിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും അവരിൽ പലരുടെയും ഉച്ചാരണത്തിൽ ചില പിഴവുകളുണ്ട്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ എന്നാണ് സുശീല പാടുക, അരായൊക്കെ റായാണ്. പക്ഷെ നമ്മൾ അവരുടെ വലിയ പ്രതിഭാശാലിത്വത്തെ ഓർത്ത് നമുക്ക് ക്ഷമിക്കാവുന്നതാണ്, മലയാളി അല്ലാത്തതുണ്ട്. ശ്രേയ ഘോഷാലാണ് ഏറ്റവും കൃത്യമായിട്ട് മലയാളം ഉച്ചരിച്ച് പാടുന്നത്. അത്ഭുതം തോന്നും ഈ പുതിയ കാലത്തിന്റെ. എന്നാൽ അവരുടെ ഒപ്പം പ്രവർത്തിയെടുക്കുന്ന സംഗീത സംവിധായകരാകട്ടെ അങ്ങനെ പഴയ കാലത്തിന്റെ ഗംഭീരന്മാരുടെ ഒപ്പം നിൽക്കാൻ കെൽപ്പുള്ളവരെല്ലാം നമുക്കറിയാം. അവർ തന്നെ അത് വിചാരിക്കുന്നില്ല. ശ്രേയ ഘോഷാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഞാൻ ചിലപ്പോൾ സംഗീത സംവിധായകനോ അതിൻ്റെ രചയിതാവോ സ്റ്റുഡിയോയുടെ അകത്തില്ലാത്തപ്പോൾ ഞാൻ പാടിയിടുന്ന പാട്ടിലെ ചില വാക്കുകളുടെ ശരിയായ ഉച്ചാരണം എൻ്റെ ഒപ്പം അക്കമ്പനി ചെയ്യുന്ന ഈ വയലിൻ വായിക്കുന്ന ആളോടോ തബല വായിക്കുന്ന ആളോടോ ചോദിക്കും, സാർ ഇതെങ്ങനെയാണ് ഈ വാക്ക് കുളിർ തെന്നൽ എന്നുള്ളതിൻ്റെ ശരിയായ ഉച്ചാരണം? അപ്പോൾ അവർ കൈമടുത്തോ, സോറി എനിക്ക് അറിയില്ല എന്ന് പറയും. അപ്പം അവർക്ക് ഈ വായിക്കുന്ന ആൾ മലയാളിയാണ്. വളരെ സിനിമാ പാട്ടിലെ വാക്കുകൾ വളരെ ലളിത പദങ്ങളാണ്, അല്ലാതെ കൈലാസ ശൈലശൃംഗം എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. ഇത് വളരെ തെന്നൽ, പൂവ്, കായ്, മുട്ട ഒക്കെയാണ് സിനിമാ പാട്ടിലെ വാക്കുകൾ. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ മലയാളിയായിട്ടുള്ള ഒരു അക്കമ്പനി ചെയ്യുന്ന പക്കം വായിക്കുന്ന ഈ സംഗീതജ്ഞന്മാർ, അതായത് ഉപകരണ സംഗീതജ്ഞന്മാർക്ക്
പറ്റുന്നില്ല എന്നുള്ളത് അവർ വളരെ ഞെട്ടലോടെ പറഞ്ഞത് ഞാൻ കേട്ടു. അതിനർത്ഥം നമ്മൾ ഇതിനകത്ത് ഒട്ടും അതിൻ്റെ പ്രശ്നത്തെപ്പറ്റി നമ്മൾ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഷായും ഷായും കാലഹരണപ്പെട്ടു ഭാഷയിൽ. പുതിയ തലമുറയിലെ ഒരു 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഷാ എന്നും ഷാ എന്നും പറയുന്ന കിട്ടാൻ എനിക്ക് വലിയ സന്തോഷമാണ്. ഷവർമ്മയ്ക്ക് അവർ ഷവർമ്മ എന്നാണ് പറയുക, ശിവനെ അവർ ശിവൻ എന്നാണ് പറയുക. അപ്പൊ ഈ ഷവർമ്മ എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കുന്ന അവരേറ്റവും കൂടുതൽ ഭക്ഷിക്കുന്ന ഭക്ഷണമാണ്, അതെങ്കിലും അവര് ഷവർമ്മ എന്ന് പറയേണ്ടതാണ്. ഈ ഷവർമ്മ എന്ന് കേട്ടാൽ ഏതോ ശവത്തിന്റെ എന്തോ മർമ്മം ആണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അങ്ങനെയാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇപ്പം പുരാണങ്ങളിലൊക്കെ നിദ്രാവത്വം, നിർദ്ദേവത്വം എന്നൊക്കെ പറഞ്ഞ കഥകളുണ്ട്. അതായത് കുംഭകർണന് വരം പ്രാർത്ഥിച്ച് എന്താണ് വേണ്ടതെന്ന് ദേവനോ ദേവിയോ മറ്റോ ചോദിച്ചപ്പോൾ കുംഭകർണൻ നിർദ്ദേവത്വം എന്നാണ് പറയേണ്ടത്. അതായത് ദേവന്മാരാൽ കൊല്ലപ്പെടാതിരിക്കാനുള്ള അവസ്ഥ വേണം, എന്നെ ദേവന്മാർ കൊല്ലാൻ പാടില്ല. പക്ഷെ കുംഭകർണൻ ഒരു രാക്ഷസനായതുകൊണ്ടും ഈ പറഞ്ഞ ഷവർമ്മ തെറ്റിപ്പോകുന്ന ആളായതുകൊണ്ടും അദ്ദേഹം പറഞ്ഞപ്പം നിദ്രാവത്വം നയിക്കും. നിർദ്ദേവത്വം എന്ന് പറയും. നിദ്രാവത്വം എപ്പോഴും ഉറക്കം, നിദ്രാവത്വം നിദ്രയുടെ അവസ്ഥയാണ്. അങ്ങനെയാണ് അത്ര അയാൾക്ക് 6 മാസം ഉറക്കം വന്നത്. ഇതൊരു പുരാണ കഥയാണ്, സങ്കല്പ കഥയാണ്. നമുക്കറിയാം, എന്നാൽ കവികൾ കിട്ടിയ സങ്കല്പ കഥയാണ്. എന്നാൽ ആ കവി അങ്ങനെ കുംഭകർണനെ സംബന്ധിക്കുന്ന, വാത്മീകിയാണ് അത് എഴുതിയത്, വാത്മീകി അങ്ങനെ കുംഭകർണനെ സംബന്ധിക്കുന്ന ഒരു സങ്കല്പം സൃഷ്ടിക്കുമ്പോൾ അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന യഥാർത്ഥമായ പൊരുൾ ഇതാണ്: നിങ്ങൾ തെറ്റായി ഉച്ചരിക്കുന്ന വാക്ക് ഒരു ജീവിതത്തെ തന്നെ സമഗ്രമായി സ്വാധീനിക്കാൻ ശക്തമാണ്. ഇപ്പൊ നമ്മൾ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറയും, ശലഭ അത്, അതായത് ആമസോൺ മഴക്കാടുകളിൽ ചലിക്കുന്ന ഒരു ശലഭത്തിന്റെ ചിറകടി ബ്രസീലിലെ കാടുകളിൽ വലിയ കാട്ടുതീ ഉണ്ടാക്കാം എന്ന് പറയാം. അത് സാങ്കേതികമായി ശരിയല്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പൊരുളുണ്ട്. കൊച്ചു കൊച്ചു ചലനങ്ങൾ പോലും അത് ഭീകരമായിട്ടുള്ള അനന്തര ഫലങ്ങൾ ഉണ്ടാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു ഭാഷയെ സംബന്ധിച്ച് ഇപ്പം മന്ത്രിമാരാണ് ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ അത്രയും വലിയ സമിതികളാണ് തീരുമാനം എടുക്കേണ്ടത്. അവരുടെ മക്കളെല്ലാം വിദേശത്താണ്, അവരെല്ലാം അതിനകത്ത് അഭിമാനിക്കുന്നവരാണ്. മലയാളം പറഞ്ഞില്ലെങ്കിലും ഒന്നും അവർക്കൊരു ദോഷം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കരുതലും അവരെടുത്തിട്ടുണ്ട്. 3-4 തലമുറയ്ക്കുള്ള ഭാഗമൊക്കെ അവർ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം മഹത്വത്തിന്റെ എലമെന്റ് ഉള്ള, ഗ്രേറ്റ്നെസിന്റെ ഒരു എലമെന്റ്, ഒരു ഘടകം ആത്മാവിലുള്ള നേതാക്കന്മാർ നമുക്ക് വേണം. അത് ആദ്യം ഭാഷയിൽ നിന്ന് തുടങ്ങണം. കാരണം ഭാഷയാണ് നമ്മുടെ പ്രാണനെന്നും മലയാള ഭാഷയാണ് കേരളത്തിന്റെ പ്രാണൻ എന്നുള്ളത് തിരിച്ചറിയാത്ത ആളുകൾ നിറഞ്ഞതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ മക്കള് പോലും അത് തെറ്റി പറയുമ്പോൾ അത് തിരുത്തി കൊടുക്കുവാനും അതിനാണ് മന്ത്രിയുടെ ഇംഗ്ലീഷിനെ അല്ല പരിഹസിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾ പറയുന്ന ഈ തെറ്റുകളെ തിരുത്തി അതിനാണ് ശരിയായ ശിക്ഷണം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ. ഇത് ഏറ്റവും ചെറിയ തലത്തിലെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും മുന്തിയ കാര്യമാണ് സാഹിത്യം എന്ന് പറയുന്നത്. കാരണം ഭാഷ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ശില്പനിർമ്മാണമാണ് സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യം ആത്യന്തികമായിട്ട്, നമ്മൾ കലയും സാഹിത്യവും എന്ന് പറയുകയും, സാഹിത്യം ആത്യന്തികമായിട്ട് കലയാണ്, ഒരു കലാപ്രവർത്തനമാണ് ഒരു എഴുത്തുകാരൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എഴുതുമ്പോൾ ഞാനൊരു കലാകാരനാണെന്നുള്ള അഭിമാനത്തിലാണ് ഞാൻ എഴുതുന്നത്. എനിക്ക് പാട്ട് പാടാനോ നൃത്തം ചെയ്യാനോ ശില്പം ചെയ്യുവാനോ സിനിമ ചെയ്യുവാനോ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. പക്ഷെ എനിക്ക് എൻ്റെ സർഗാത്മകത, കല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. എൻ്റെ കല പ്രവർത്തിക്കുന്നത് അക്ഷരങ്ങളിലാണ് എന്ന ഒരു ബോധ്യത്തിലാണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട പണിയാണ് എന്നും ഇത് സംസ്കാരത്തെ നിർമ്മിക്കുന്ന ഒരു പണിയാണ് എന്നുള്ള ബോധം സാഹിത്യത്തിലുള്ള പ്രണയം തുടങ്ങിയ കാലം വരെ എൻ്റെ ഉള്ളിലുണ്ട്. എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കലാണ് അക്ഷരകല എന്ന്. അല്ലാണ്ട് നിലവിലുള്ള കുറേ കാര്യങ്ങൾ എഴുതി വെക്കുകയോ എൻ്റെ ഇന്നത്തെ ജീവിതത്തെ പറ്റി പറയുകയോ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ അതേപോലെ എഴുതി വെക്കുകയോ എന്നല്ല. ഓർമ്മകൾ എഴുതുമ്പോൾ പോലും ഒരു എഴുത്തുകാരൻ അനുഭവത്തെക്കാൾ ഉപരി അതിനകത്ത് കലാത്മകമായിട്ടൊരു വസ്തുത ചേർക്കുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ എഴുതി ഓർമ്മയാകുന്നത്, ആ ഓർമ്മ അമൂല്യമാകുന്നത്, ആ ഓർമ്മ അനശ്വരമാകുന്നത്, ആ ഓർമ്മ കൊണ്ട് സമൂഹത്തിന് സംസ്കാരത്തിന് ഒരു ഗുണം ഉണ്ടാകും. ഈ ഭാഷയുടെ വേരുകൾ നിൽക്കുന്നത് ദേശത്തല്ലേ? ഇപ്പം സുഭാഷ് ഏട്ടൻ കടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു ദേശത്ത് നിന്നാണ് വരുന്നത്. അപ്പം കഥകളിൽ ആ ദേശത്തിൻ്റെതായ അടയാളങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ട്.
നോവലിൽ തച്ചനക്കര എന്ന് പറയുന്ന ഒരു ദേശത്തെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ആ ദേശത്തിൽ താങ്കൾ ജീവിച്ച ദേശത്തിൻ്റെ രക്തവും മാംസവും മജ്ജയുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പുതിയ തലമുറയ്ക്ക് ഈ ദേശം എന്ന് പറയുന്നത് ഭാഷയ്ക്കൊപ്പം അന്യമാകുന്ന ഒരു കാര്യമല്ലേ? ഇപ്പം ഞാൻ 30കളുടെ പകുതിയിൽ നിൽക്കുന്ന എനിക്ക് പോലും എൻ്റെ ദേശം എന്ന് പറയുന്നത്, ഞാൻ ദേശത്തിനെ കുറിച്ച് ആലോചിച്ചാൽ അനാഥനാണ്. കാരണം ഞാൻ ജനിച്ച സ്ഥലത്തല്ല ജീവിക്കുന്നത് എന്നുള്ളൊരു അനാഥത്വം എപ്പോഴും ഉള്ളിലുണ്ട്. പുതിയ തലമുറ അതും വിട്ടിട്ട് പിന്നെ കുടിയേറ്റങ്ങളിലേക്ക് പോകുന്നുണ്ട്. വളരെ യങ് ജനറേഷൻ. അത് തിരിച്ചു വരാനുള്ളതല്ല. ഇപ്പം നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറയും, ഇന്ന പള്ളിയിലെ ഇന്ന സിമിത്തേരിയിലെ ഇത്ര നമ്പർ കല്ലറയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയും. പക്ഷെ പുതിയൊരു തലമുറ അങ്ങനെ ഒരു ഈ ദേശത്തേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അത് മലയാളി ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സാഹിത്യത്തിലും ഈ ദേശം സാഹിത്യത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ സാഹിത്യം ദേശത്തെ അഡ്രസ് ചെയ്യാതെ പോകുന്നുണ്ടോ പുതിയ കാലത്ത്? മലയാളത്തിൽ സംഭവിക്കുന്ന വലിയ പരിണതികളുടെ പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്. ഭാഷയോടുള്ള സ്നേഹം ഇല്ലാതാകുമ്പോൾ നമുക്ക് ദേശത്തോടുള്ള സ്നേഹവും സ്വാഭാവികമായിട്ട് ഇല്ലാതാകും. കാരണം ദേശം എന്ന് പറഞ്ഞാൽ ഭാഷ തന്നെയാണ്. ദേശത്തെ എഴുതലാണ് യഥാർത്ഥ എഴുത്ത് എന്നൊരു സിദ്ധാന്തം പോലും ഉണ്ട്. ഇപ്പം നോക്കൂ, പുതിയ കാലത്ത് ബുക്കർ പ്രൈസ് ആകട്ടെ, നോവൽ പ്രൈസ് ആകട്ടെ, കിട്ടുന്നതെല്ലാം പഴയതുപോലെ ഏതെങ്കിലും യൂറോപ്യൻ ഭാഷയ്ക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിനോ അല്ല. ഭൂമിയിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്ന, അത്രയധികം ശ്രദ്ധയിലേക്ക് വരാതിരുന്ന ദേശങ്ങളിലും ഭാഷകളിലുമുള്ള എഴുത്തിനാണ് ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് കൂടി വേണം നമുക്ക് അതിനെ കണക്കാക്കാൻ. ആ ദേശത്തിനും നാവുണ്ടെന്നും ആ ദേശത്തിനും ഭാഷയുണ്ടെന്നും ആ ദേശത്തിൻ്റെ ജീവിതവും ലോകത്തിൻ്റെ പൊതുശ്രദ്ധയിലേക്ക് വരേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പോൾ അടുത്ത കാലത്തൊക്കെ വന്ന പ്രധാനപ്പെട്ട ബുക്കർ, നോബൽ സാഹിത്യ ജേതാക്കളുടെ ലിസ്റ്റ് എടുത്ത് അവരുടെ കൃതികൾ വായിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ കൊറിയ പോലെയുള്ള ഒരു ഭാഷയിൽ നിന്ന് നോബൽ പ്രൈസ് കിട്ടും എന്നൊക്കെ പറയുന്നത്, ജപ്പാൻ വളരെ മുമ്പ് ഓക്കെ, പക്ഷെ കൊറിയ വരുന്നു, കൊച്ചു കൊച്ചു ദേശങ്ങളിൽ നിന്ന് വരുന്നു. അവരെല്ലാം ആകട്ടെ ആ ഭാഷയിൽ തന്നെയാണ് എഴുതുക. അവർ ആ എഴുത്തുകാരൻ ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടല്ല, വിവർത്തനത്തിലൂടെയാണ് മനസ്സിലാക്കപ്പെടുന്നതെങ്കിലും ആ ദേശത്തിൻ്റെ സംസ്കൃതിയും ആ ദേശത്തിൻ്റെ അന്തരാത്മാവും രേഖപ്പെടുത്തിയ കൃതികൾക്കാണ് സമ്മാനം കിട്ടുന്നത്. പക്ഷെ നമ്മളിവിടെ നമ്മുടെ ദേശം, നമ്മൾ വലിയ വീടുകൾ കെട്ടിയുണ്ടാക്കിയിട്ട് പുറത്തേക്ക് പോകുന്നതിൽ അഭിമാനം പറയുന്ന ആളുകളാണ്. അവിടെ ഒരു വലിയ വീട് കിടപ്പുണ്ടെന്നൊക്കെ നമ്മളുടെ പൊങ്ങച്ചത്തിന്റെ ഭാഗമാണ്. ഒരു വീട്ടിൽ 2 മക്കൾക്കും വീടുണ്ടെങ്കിൽ ഭയങ്കര വലിയ അഭിമാനമാണ്. 2 കാറുണ്ടെങ്കിൽ വലിയ അഭിമാനമാണ്. ഇതിന്റെ ഇതിന്റെ അപമാനത്തെ പറ്റി മനസ്സിലാക്കാതെ ഇതിന് അഭിമാനമായിട്ട് പറയുന്ന ഒരു ജനതയാണ് നമ്മൾ. അത് തമിഴിന് അങ്ങനെയല്ല. നമ്മൾ അണ്ണാച്ചി എന്നുള്ള വാക്ക് നമുക്കൊരു പരിഹാസ പദമാണ്. അണ്ണൻ എന്നുള്ള വാക്ക്, ജ്യേഷ്ഠൻ എന്നുള്ള വാക്കിനെ മുമ്പ് സ്നേഹത്തോടെ ഉണ്ടാക്കിയതാണ് അണ്ണാച്ചി. ഇപ്പം ഗാന്ധിജി ആത്മകഥയിൽ പറയേണ്ടത്, ദക്ഷിണാഫ്രിക്കയിൽ പോയപ്പോൾ അവിടെ അവര് അടിമകളെ ഈ വെള്ളക്കാരനല്ലാത്തവരെ വിളിക്കുന്ന വാക്കുകൾ, ഒരു പ്രാകൃതമായ പദം കേട്ടപ്പോൾ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ഉണ്ടാക്കിയ വലിയ വിപ്ലവം എന്ന് വെച്ചാൽ സ്വാമി എന്ന് വിളിക്കാം എന്ന് പറയാം. അപ്പൊ സ്വാമികൾ എന്ന് വിളിച്ചാൽ ഈ അണ്ണൻ എന്നുള്ള വാക്ക് പോലെയാണ്. അപ്പോൾ എല്ലാവരെയും ഈ വെളുത്ത വർഗക്കാരൻ ആ കർത്തവനെ കണ്ടാൽ സ്വാമി എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ സ്വാമി എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരന്റെ മനസ്സിൽ സ്വാമി എന്ന് വെച്ചാൽ യജമാനൻ എന്നുള്ള വാക്കാണ്. സ്വാമി എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമ പദത്തിലിരിക്കുന്ന ആളുടെ വാക്കാണ്. അപ്പൊ അവന്റെ ഈ വിഷമം, വേദനയെ ഇപ്പൊ നിഗർ എന്ന് വിളിച്ചാലുള്ള പോലെ, നിഗ എന്ന് വിളിച്ചാൽ ഇപ്പൊ പൊളിറ്റിക്കലി ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നീഗ്രോ എന്നുള്ള വാക്ക് പോലും നമുക്ക് ഉപയോഗിക്കാറില്ല ആരും. അപ്പൊ അങ്ങനെ ആ വാക്കില് സ്വാമി, അത് ആത്മകഥയിൽ പറയുന്നത്, സ്വാമി എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇവന്റെ വേദന ലഘൂകരിക്കപ്പെടുന്നു, ഒരു വാക്കിൽ വേദന ലഘൂകരിക്കപ്പെടുന്നു. അതുപോലെ നമ്മൾ ഈ ദേശത്തിന്റെ തനതായിട്ടുള്ള മഹിമകളെ തിരിച്ചറിയാതെ നമ്മൾ നാട് വിട്ട് തന്നെ പോകുന്നത് കേമത്വമാണ് എന്ന് വിചാരിക്കുകയും, ഇപ്പം ഇങ്ങോട്ട് ഒഴുകുന്ന വിദേശ പണത്തിന്റെ കണക്കൊക്കെ മന്ത്രിസഭകളിൽ പോലും ചർച്ച ചെയ്യുന്ന വലിയ അഭിമാനത്തോടെ പറയും. ലോക മലയാളി സമ്മേളനം നടക്കുന്നു പറയും. ഞാനൊരു 15 വർഷം മുമ്പ് ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് അബുദാബിയിൽ പോയിരുന്നു. അന്ന് ഞാൻ താരതമ്യേന യുവാവാണ്. അപ്പൊ ഞാൻ അവിടെ വേദിയിൽ, ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് വേദിയിൽ അവിടുത്തെ UAE പെട്രോളിയം മിനിസ്റ്റർ, ചെറുപ്പക്കാരനായ എൻ്റെ സമപ്രായക്കാരനായ ഒരാളിരിക്കുന്നുണ്ട്. മലയാളികളാണ്, ആ ഇൻഡോ എന്നാണ് പേരെങ്കിലും മലയാളികളാണ് സദസ്സിലും വേദിയിലും മുഴുവനുള്ളത്. ഈ പെട്രോളിയം മിനിസ്റ്റർ അല്ലാതെ മറ്റാരും ഇവിടെ ഇല്ല.
ഇവിടെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കവിയും ഞാനും മാത്രമേ ഉള്ളൂ, സമാപന സമയമല്ല. അപ്പോൾ അതിൽ എനിക്ക് ആശ്വാസമായി. അന്നിങ്ങനെ ഇംഗ്ലീഷിലൊക്കെ പറയാൻ മുട്ടിടിക്കുന്ന ഒരു കാലമാണ്. കാരണം നമുക്ക് ചെറിയ കമ്മ്യൂണിക്കേഷൻ പറ്റാന്നല്ലാണ്ട് വേദിയിൽ മേക്കെടുത്തിട്ട് ഇങ്ങനെ മലയാളം പറയുന്ന പോലെ പറയാനുള്ള കോൺഫിഡൻസ് അന്നില്ല. ഞാൻ ഈ പത്രപ്രവർത്തനത്തിലേക്ക് വന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം വലിയ മഹാനിബിഡമായ സദസ്സ് മുഴുവനും മലയാളികളാണ്. നമ്മൾ മലയാളിയെ കണ്ടാൽ അറിയാം. വേദിയിലിരിക്കുന്നതും എല്ലാം മലയാളം, കോട്ടക്കെട്ടുണ്ടെങ്കിലും മലയാളം. പക്ഷേ അത്ഭുതകരം എന്ന് പറയട്ടെ, പ്രസിഡന്റ് മുതൽ അവസാനം വരെയുള്ളവർ ഘോരമായിട്ടുള്ള ഇംഗ്ലീഷിലാണ് പറയുന്നത്. അതൊരു കേമത്വമായിട്ട് അവർ വിചാരിക്കുന്നു. ജനമിനെ നിശബ്ദരായിട്ട് കേട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അപകടം മനസ്സിൽ ഞാൻ ഓരോരുത്തരും പ്രസംഗിക്കുമ്പോഴും ഞാൻ ദൈവം ഒരാളെങ്കിലും ഒന്ന് മലയാളത്തിൽ പറഞ്ഞ് എനിക്കൊരു ആശ്വാസമായിരുന്നു. എനിക്ക് മലയാള ഭാഷയോടുള്ള പ്രേമം മാത്രമല്ല, കാരണം എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ വ്യക്തമായിട്ടൊരു പ്രസംഗം ഒരു അരമണിക്കൂർ പ്രസംഗിക്കാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ സ്വാഭാവികമായ അപകർഷതാബോധത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഞാൻ ചെറുപ്പക്കാരനായിട്ട് എൻ്റെയാണ് ഏറ്റവും അവസാനത്തെ പ്രസംഗം. 5 പേരോ 6 പേരോ പ്രസംഗിക്കുന്നുണ്ട്. ഈ ദുഷ്ടന്മാരെല്ലാവരും ഒന്നൊഴിയാതെ ഈ പെട്രോളിയം മിനിസ്റ്റർ അയാൾക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം അയാളുടെ നാടും അയാളുടെ അധികാരമുള്ള അയാൾ അവിടെ അറബിയിൽ പ്രസംഗിച്ചു, അത് വിവർത്തനം ചെയ്ത് അവിടെ കേൾപ്പിച്ചു. അപ്പം ഞാൻ ഉള്ളിൽ തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടി 10-12 ഇംഗ്ലീഷ് വാചകങ്ങൾ സൃഷ്ടിച്ചു. ആ സമയം കൊണ്ട് എനിക്ക് സമയം കിട്ടി. എന്നിട്ട് അത് ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു. ഒരു 5 മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ മധുരമായ മലയാളത്തിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അനുവാദത്തോടുകൂടി. അപ്പോൾ ജനം കൈയടിച്ചു. പിന്നെ എനിക്ക് സാധിക്കുന്ന ഒരു പ്രസംഗം, എൻ്റെ പ്രസംഗം അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നി, പക്ഷെ എനിക്ക് സാധിക്കുന്ന ഒരു പ്രസംഗം നടത്തി. ഘോരമായ കൈയടി ഉണ്ടായി. ഈ പെട്രോളിയം മിനിസ്റ്റർ എഴുന്നേറ്റ് വന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ ആലിംഗനം ചെയ്തിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു. എനിക്ക് വലിയ ബഹുമാനം തോന്നി. ചെറുപ്പക്കാരനോട് ഇംഗ്ലീഷ് അറിയുമായിരുന്നിട്ടും ഇയാൾ സ്വന്തം ഭാഷയിൽ പ്രസംഗിക്കാൻ കാണിച്ച ഈ വലിയ മനസ്സിൽ നന്ദിയുണ്ട്. അപ്പം ഞാൻ ഉള്ളിൽ പറഞ്ഞു, എൻ്റെ തട്ടിപ്പ് ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലായി. കാരണം അദ്ദേഹം അറബിയിൽ സംസാരിച്ചത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാഞ്ഞിട്ടില്ല. സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് പോലും അത് മനസ്സിലാകുകയില്ലെന്നും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റിവലിൽ താൻ അറബ് വിഭാഗത്തിന്റെ പ്രതിനിധിയാണെന്നും ഈ വേദിയിൽ മുഴങ്ങി കേൾക്കേണ്ട വാക്കും ശബ്ദവും അറബിയാണെന്നും തിരിച്ചറിയാനുള്ള ഒരു അവബോധം ആ 35 വയസ്സുകാരനായ ചെറുപ്പക്കാരനായ പെട്രോളിയം മിനിസ്റ്റർ, അദ്ദേഹം സുൽത്താൻ തന്നെയാണ്, ഒരു യുവ തലമുറയിലെ ഇളമുറക്കാരനാണ്, അദ്ദേഹത്തിനുണ്ടായി. എന്നെ കെട്ടിപ്പിടിക്കുന്ന കണ്ടപ്പോൾ ഇവർക്ക് മതിപ്പായി. കാരണം ഈ ഞങ്ങൾക്കും മലയാളത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഈ കെട്ടിപ്പിടുത്തം ഞങ്ങൾക്കും കിട്ടിയില്ല. കാരണം ഇവര് ഈ ഇംഗ്ലീഷ് യജമാനന്റെ ഭാഷയായതുകൊണ്ട് ഇതാണ് കേമം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ദേശത്തെ സംബന്ധിച്ച തെറ്റിദ്ധാരണ, ഇപ്പോൾ യേശുദാസിനെ നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്, ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ മണ്ണിന്റെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ മുഴങ്ങുന്നത്. നമ്മുടെ മണ്ണ് സൃഷ്ടിച്ച വാക്കും പൊരുളും അർത്ഥവും ആത്മീയതയുമാണ് അദ്ദേഹത്തിൽ പ്രകാശിക്കുന്നത്. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഉച്ചാരണം ശരിയാക്കിയത് യേശുദാസാണ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ പക്ഷെ എനിക്ക് ഏതെങ്കിലും ഒരു എഴുത്തുകാരനേക്കാൾ കൂടുതൽ എന്നെ സ്വാധീനിച്ച വാക്കുകൾ യേശുദാസിന്റെ തൊണ്ട ഉൽപ്പാദിപ്പിച്ച വാക്കാണ്. കാരണം ഓരോ മധുരമായ മലയാള ശബ്ദത്തിന്റെയും സുഖം അദ്ദേഹം പാടുന്നതിലൂടെയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും വലിയ കഴിവില്ല, അദ്ദേഹം പ്രസംഗകനൊന്നുമല്ല. പക്ഷെ മറ്റു കവികൾ എഴുതി കൊടുത്ത വാക്കുകൾ അതിന്റെ ഏറ്റവും അർത്ഥധ്വനിയോടെ പാടുമ്പോഴാണ്. ജയേന്ദ്രൻ ഓഫ് കോഴ്സ് അതുപോലെ തന്നെ നല്ലൊരു ഗായകനാണ്. ആ തലമുറയിലെ കാര്യമാണ് പറഞ്ഞത്. ആ ഭാഷയോടുള്ള ഭ്രമം, ആ ഭാഷയോടുള്ള ഭക്തി, കുറച്ചുകൂടി പ്രണയമല്ല, ആ ഭാഷയോടുള്ള ഭക്തി, ഇത് എഴുതി തരുന്നവർ നിർവഹിക്കുന്ന ക്രിയേറ്റിവിറ്റിയുടെ സമശീർഷമായിരിക്കണം എൻ്റെ തൊണ്ട ഉൽപ്പാദിപ്പിക്കുന്ന ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു ഉറച്ച ബോധ്യം, അതിൻ്റെ ആത്മാർപ്പണമൊക്കെ യേശുദാസിൽ. അപ്പോൾ ഈ ഒരു സെൻസ് ദേശത്തെ സംബന്ധിക്കുന്ന ഈ ഒരു സാമാന്യമായ ധാരണ അല്ലെങ്കിൽ ആ ഒരു സത്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ ദേശത്തെ എഴുതുക എന്നുള്ളതാണ് എഴുത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ. നോക്കൂ, നമ്മൾ ആധുനിക കാലത്ത് ദേശത്തെ പറ്റി സൂചനകളൊന്നും ഇല്ലാതെ എഴുതപ്പെട്ട ധാരാളം ചെറുകഥകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാക്കനാടൻ്റെ, മുകുന്ദൻ്റെ, ഒ വി വിജയൻ്റെ, സേതുവിൻ്റെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒക്കെ കഥകളിൽ അങ്ങനെ ദേശസൂചനകൾ ഇല്ലാത്ത ആധുനികത അവബോധമുള്ള ധാരാളം കഥകളുണ്ട്. എന്നാൽ അതൊന്നും നമ്മൾ ഓർമ്മിക്കപ്പെടുന്നില്ല, നമ്മളാൽ ഓർമ്മിക്കപ്പെടുന്നില്ല, നമ്മളതൊന്നും ഓർക്കുന്നില്ല. പകരം അവർ ദേശത്തെ പറ്റി എഴുതിയ എല്ലാ നോവലുകളും അനശ്വരങ്ങളായിട്ടുണ്ട്. ഇപ്പൊ വിജയന്റെ ഖസാക്കായാലും
മുകുന്ദന്റെ മാഹിയെ പറ്റിയുള്ള കഥകളായാലും പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ അതിമനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് നോവലുകളായാലും നമ്മുടെ പ്രധാനപ്പെട്ട സേതുവിന്റെ പാണ്ഡവപുരം മുതൽ എല്ലാം നോവലുകളിൽ പരാമർശിക്കുന്ന ദേശങ്ങളുടെ കഥകളായതുകൊണ്ട് ഇപ്പൊ അവസാന കഥ തനി ദേശത്തേക്ക് തന്നെ മടങ്ങി വന്നു. അപ്പോൾ ആലിയൊക്കെ അങ്ങനെയുള്ള സംഗതിയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിന്റെ അല്ലെങ്കിൽ ചേന്നമംഗലത്തിന്റെ കഥയാണ് പറയുന്നത്. അപ്പൊ ദേശത്തെ പറ്റി എഴുതുന്നത് വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ആസ്വാദകൻ ഉണരുന്നത്. കാരണം നമുക്ക് സമാന്തരമായിട്ട് നമ്മുടെ ദേശത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകും. ഇപ്പൊ കടുങ്ങല്ലൂരിനെ പറ്റി എഴുതിയ കഥയാണ് തച്ചനക്കര എന്ന് പറയുന്ന വേഷം മാറി പേര് മാറ്റിയ ഒരു ഇടമാണെങ്കിലും തച്ചനക്കരയെ പറ്റി വായിക്കുമ്പോൾ അബിന്റെ ഗ്രാമം ഉള്ളിൽ വരും. അവിടെ ഇതിന് സമാന്തരങ്ങളായി ഇവിടെ കഥാപാത്രങ്ങൾ വരും. അങ്ങനെയാണ് ഈ ആസ്വാദനം സാധിക്കുന്നത്. ഭൂമിയിൽ എവിടെയും ജീവിതത്തിന് ഒരർത്ഥം തന്നെയാണെന്നും ജീവിതത്തിന്റെ പൊരുൾ എല്ലായിടത്തും ഒന്ന് തന്നെയാണെന്നും തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ദേശത്തെ പറ്റി എഴുതാതിരിക്കുന്നതിന് ഒരു കാരണം അവർക്ക് ദേശത്തെ പറ്റിയുള്ള ബോധം ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ കുട്ടിക്കഥകൾ നോക്കും. ഞാൻ ബാലസാഹിത്യത്തിന്റെ 15 വർഷത്തോളം പറഞ്ഞ പോലെ മാതൃഭൂമിയുടെ ബാലഭൂമി എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിന്റെ സബ് എഡിറ്ററായിട്ട് പിന്നീട് അതിന്റെ ചുമതല വഹിച്ച ആളുകളാണ്. അപ്പോൾ നമ്മുടെ ബാല സാഹിത്യം എഴുതുന്ന അവരാണല്ലോ സാഹിത്യം കുട്ടികളിൽ ആദ്യം നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു കവി വന്നിട്ട് അദ്ദേഹത്തിന്റെ കവിതകൾ എന്താണ് ഞാൻ കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് കവിതകൾ മേശപ്പുറത്ത് വെച്ചു. പതിവ് പോലെ തുമ്പി തുമ്പി വാ തുമ്പി പൂന്തേനുണ്ണാൻ വാ തുമ്പി എന്ന് പറഞ്ഞിട്ടൊരു കവിതയാണ്. നമ്മുടെ എല്ലാ കവികളും എഴുതുന്ന ബാലസാഹിത്യം ഇത് തന്നെയാണ്. ഇതാണ് ബാലസാഹിത്യം എന്നുള്ള ധാരണയിലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ തുമ്പി പൂന്തേൻ കുടിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം തല പൊട്ടിത്തെറിക്കായിരുന്നു ഭാഗ്യം. അദ്ദേഹം ഒരു 70 വയസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹം 50 വർഷത്തിലേറെയായിട്ട് ബാലസാഹിത്യത്തിലുള്ള ആളാണ്. അപ്പൊ സുഭാഷ് എന്താ എന്നെ കളിയാക്കുകയാണെന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞ തുമ്പി ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്ന സാധനം മാംസഭുക്കാണ്. പൂക്കളിൽ ഇരിക്കുന്ന ചെറിയ കീടങ്ങളെ തിന്നാനാണ് അത് പൂക്കളിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഈ തുമ്പി എന്ന് പറയുന്നത് ചിത്രശലഭമല്ല, അതിനെ സാന്ദർഭികമായിട്ട് തുമ്പി എന്ന് വിളിക്കാറുണ്ടെങ്കിലും തുമ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്ലൈ ആണ്. അത് ദിനോസറുകളുടെ കാലത്ത് വലിയ വലിയ സൈസായിരുന്നു. അതൊരു ഹെലികോപ്റ്ററിന്റെ വലിപ്പമുള്ളതായിരുന്നു ഈ നമ്മൾ ഈ ഡ്രാഗൺ ഫ്ലൈയുടെ സൈസ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അത് ഒരു വരയാടിനെയോ മലയാടിനെയോ ഒരു ഇടത്തരം കാട്ടുപൂത്തിനെയോ കൈകളിൽ പൊക്കിയെടുത്ത് ദൂരെ കൊണ്ടുപോയി തിന്നാൻ പാകത്തിന് ശക്തമായതിന്റെ കൈകളുടെ ഘടന ചിറകുകൾ ഉപയോഗിച്ച് പറന്നു പോകാൻ സാധിക്കുമായിരുന്നു. ആ ഓർമ്മ അതിന്റെ DNA ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും തുമ്പി കല്ലെടുക്കുന്നത്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കവിതയിൽ കല്ലെടുക്ക് തുമ്പി എന്ന് പറഞ്ഞ പാട്ട് പാടുമ്പോൾ തുമ്പി കല്ലെടുക്കുന്നതിന്റെ കുട്ടി വിസ്മയം കൂടുമ്പോൾ നമ്മൾ ഈ ശാസ്ത്രം കൂടി അതിനെ പഠിപ്പിക്കുകയാണെങ്കിൽ അവബോധത്തില് അതിനിത് വരേണ്ടതുണ്ട്. എന്നാൽ അതിനെപ്പറ്റി മനസ്സിലാക്കാതെ തുമ്പി തുമ്പി കുന്തനുണ്ണാൻ വാ തുമ്പി എന്ന് പാടുമ്പോൾ ഒരു തെറ്റായ സംഗതിയാണ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ ദേശത്തിന്റെ രസം പിടിച്ച് ദേശത്തെ എഴുതുമ്പോൾ പോലും ദേശത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന വസ്തുതകളില്ലാതെ. അപ്പൊ നോക്കൂ, ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബാലസാഹിത്യത്തിൽ. ഞാൻ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പക്ഷികളെല്ലാം പെണ്ണുങ്ങളാണെന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല നമുക്ക് ഈ ബാലസാഹിത്യത്തിൽ. അതായത് മയിലമ്മ കുയിലമ്മ നൃത്തം ചെയ്യാൻ വരൂ മയിലമ്മ എന്നാണ്. മയിലമ്മ നൃത്തം ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മയിൽ അച്ഛൻ മാത്രം നൃത്തം ചെയ്യണം. പാട്ടുകൾ പാടും കുയിലമ്മ എന്നുള്ളതാണ് എല്ലാ കുട്ടിക്കവിതകളും വരും. കുയിലമ്മ പാട്ടുപാടില്ലെന്ന് ആൺകുയിലാണ് പാട്ടുപാടുന്നതാണ് അതിന്റെ സയൻസ്. എന്നാൽ മൃഗങ്ങളെല്ലാം പുരുഷന്മാരാണ്. കൊരങ്ങച്ചൻ, കരടിച്ചാര്, പിന്നെ ജാതിയുണ്ട് സിംഹത്താൻ, ഉണ്ണിത്താൻ എന്നൊക്കെ പറയുന്ന നായരിൽ കൂടിയ ആളാണ് ഉണ്ണിത്താൻ. അതുപോലെ സിംഹം ഒരു സവർണ ജാതിയാണ്. ഈ സിംഹത്താൻ എന്നാണ് എല്ലാ കുട്ടികളിലും പറയുക. ഇപ്പൊ അറിയാതെ ഈ സ്ത്രീകൾ ഇങ്ങനെ പക്ഷികളെപ്പോലെ ദുർബലരാണ് എന്നും പുരുഷന്മാർ വീരശൂര പരാക്രമികളും അക്രമികളുമാണ് എന്നും തോന്നലുണ്ടാക്കുന്നതാണ് ഈ പദപ്രയോഗങ്ങൾ പോലും. അപ്പോൾ ഇത് ദേശത്തിന്റെ അടിസ്ഥാനപരമായ സാഹിത്യം ബാലസാഹിത്യമാണെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്ന അർത്ഥത്തിലാണ് കുട്ടിക്കാലത്ത് വായിച്ചു തുടങ്ങുന്ന സാഹിത്യം. അതിൽ പോലും ഇതിന്റെ ദേശത്തെ മനസ്സിലാക്കാതെയും ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാതെയും എഴുതുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഉണ്ട്. അത് തിരുത്തി കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ദേശത്തോടുള്ള സ്നേഹമില്ലായ്മ കൂടി ഈ ഭാഷയോടുള്ള സ്നേഹമില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. ഈ മലയാളം പഠിച്ചിട്ട് ഞാൻ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എടുത്ത് പഠിച്ച ആളാണ്. ഡിഗ്രിക്ക് ഏത് ഡോക്ടറോ എഞ്ചിനീയർ എന്നുള്ള അക്കാലത്തേക്ക് വിട്ടിത്തരം ഓർത്ത് പഠിച്ചതാണ്. ഞാൻ രണ്ടിലും സാമാന്യം മോശമായിട്ട് സെക്കൻഡ് ഗ്രൂപ്പിൽ കഷ്ടി പാസ്സായതുകൊണ്ട് ഇരുന്നു. ഞാൻ മലയാളം BA എടുത്തപ്പോൾ എനിക്ക് സാഹിത്യത്തോട് ഇഷ്ടം കൊണ്ട് മലയാളം BA എടുത്തപ്പോൾ കുറേ പേരെങ്കിലും
ഈ രാമായണവും ശീലാവതിയൊക്കെ പഠിക്കാനുള്ള മലയാളം പഠിച്ചിട്ട് മോൻ എന്താ നല്ല മിടുക്കനായിരുന്നല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതെന്ത് ഇങ്ങനെ പറ്റിയെന്ന് എന്നോട് സങ്കടത്തോട് ചോദിച്ചിട്ടുണ്ട്. അത് മനസ്സിലാവുന്നില്ല. ഭാഷയിൽ ഒരാൾ ബിരുദം പഠിക്കാൻ പോകുമ്പോൾ പോലും പാവം എന്തോ ഒരു ബുദ്ധിമോശം കാണിക്കുന്നത്. എല്ലാവരും ഡോക്ടർമാരാണ് പഠിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സദസ്സുകളിൽ അഭിൻ എന്നോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെ ചോദ്യം ചോദിക്കുമ്പോൾ നിയമസഭാ ഹാളിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു തോന്നൽ ഈ ദേശത്തെ എല്ലാ ഡോക്ടർമാർക്കും ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നതെന്നാണ്. നമ്മൾ ഭാഷ, ദേശം, കാലം, ജീവിതം ഒക്കെ മാറി. സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് മനുഷ്യ ജീവിതത്തിലെ പ്രണയത്തിനും മാറ്റമുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ജിതേന്ദ്രൻ ആൻമേരിക്ക് അയച്ചതുപോലുള്ള കത്തുകൾ ഇന്നത്തെ ഒരു തലമുറ ഒരുപക്ഷെ അയക്കണം എന്നില്ല. പ്രണയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാധ്യമം മാറി, പ്രണയത്തിന്റെ സ്വഭാവം മാറി, അതിന്റെ പ്രയോറിറ്റികൾ മാറി, അതിന്റെ സാധ്യതകളും മാറി. അപ്പം ഒരു മുതിർന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ പുതിയ എഴുത്തുകളിലെ പ്രണയത്തെ ശ്രദ്ധിക്കാറുണ്ടോ? പ്രണയത്തിനുണ്ടായ പരിണാമങ്ങളെ ശ്രദ്ധിക്കാറുണ്ടോ? ഒരു മനുഷ്യൻ എന്ന നിലയിൽ പ്രണയത്തെ സുഭാഷൻ തന്നെ എങ്ങനെയാണ് സ്വയം പുതുക്കിയത് അല്ലെങ്കിൽ പുതുക്കുന്നത്? കുമാരനാശൻ 100 വർഷം മുമ്പ് എഴുതിയ കവിതയിൽ ഒരു വരി, പ്രേമമേ നിന്റെ പേര് കേട്ടാൽ പേടിയാം, വഴി പിഴച്ച കാമകിങ്കരർ ചെയ്യുന്ന കടും കൈകളാൽ എന്നാണ്. അല്ലയോ പ്രേമമേ, നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്നെ കുട്ടിയിടിക്കുകയാണ്, വഴി പിഴച്ച കാമകിങ്കരന്മാർ ചെയ്യുന്ന കടും കൈകളെ കണ്ടിട്ട്. അപ്പൊ അന്ന് ഇതുണ്ട്, പ്രേമത്തെ സംബന്ധിക്കുന്ന, യഥാർത്ഥമായ പ്രണയത്തെ സംബന്ധിക്കുന്ന കവികൽപ്പനകളും മനുഷ്യ ജീവിതത്തിൽ മൃഗീയമായിട്ട് പുലരുന്ന ഒരു കാമാസക്തമായിട്ടുള്ള ഒരു വേറെ തലവും എല്ലാ കാലത്തും, ഇതിന്റെ സംഘർഷവും എല്ലാ കാലത്തും. യഥാർത്ഥത്തിൽ കാമം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ജന്തുവാസനയെ നമ്മൾ ജന്തുക്കളല്ല, ജന്തുക്കളിൽ നിന്ന് ഉയർന്ന ഒരു വർഗമായി പരിണമിച്ചു എന്നുള്ള തിരിച്ചറിവിന്റെ ബോധ്യത്തിൽ കവികൾ ഫ്ലവറി ലാംഗ്വേജ് ഉപയോഗിച്ച് ഉടുപ്പിച്ചതാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. വസ്ത്രമെടുത്ത കാമമാണ് പ്രണയം. അത് വസ്ത്രം അടിച്ച കാമം അനാവൃതമാകും. അപ്പോൾ അതിൻ്റെ ഒരു ഇതിനെ കുറച്ചുകൂടി ഈ ജന്തു അല്ലെങ്കിൽ കീടം അവസ്ഥയിൽ നിന്ന് മനുഷ്യാത്മകമായിട്ടുള്ള ഒരു ഭംഗി ചേർക്കാൻ വേണ്ടിയിട്ട് കവികൾ നിർമ്മിച്ച ഒരു അധിക യോഗ്യതയാണ് പ്രണയമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാരി നീ ചെരിച്ചേറ്റി പോകെ നിൻ ലോല ചാരുവാം കണങ്കാൽ കണ്ടെനിക്ക്, നിൻ മൃദുരോമ ചാരുവാം കണങ്കാൽ കണ്ടെനിക്ക് പാവം തോന്നി എന്ന് വൈലോപ്പിള്ളി എഴുതുമ്പോൾ നമ്മൾ എന്തൊരു, അത് അന്ന് ഒരു സാരി ചരിച്ചേറ്റുമ്പോൾ ഒരു മൃദുരോമ ചാരുവായ കണങ്കാല് കാണുന്ന ഭർത്താവിനെ പറ്റിയുള്ള ആ ഭാവനയെല്ലാം നമുക്ക് നമ്മളെ രോമാഞ്ചം കൊള്ളിച്ചിട്ടുണ്ട്. കന്യമാരുമായി എൻ അയൽപക്കിൽ കൈകുട്ടി കളിച്ചതിന് ശേഷം ധന്യനാം ഇടപ്പള്ളിലെ ഗാനകിന്നരന്റെ കവിതകൾ മൂളി, കന്യമാരുമായി എൻ അയൽപക്കിൽ കൈകുട്ടി കളിച്ചതിന് ശേഷം എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്ന് പിറ്റേന്ന് ചോദിക്കുവോളെ എന്നൊക്കെ വൈലോപ്പിൽ എഴുതുമ്പോൾ നമ്മൾ ആ പ്രണയത്തിന്റെ ആ മുഗ്ധമായ ലോകത്തിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്. ഇന്ന് അത് നോക്കൂ, അത് നേരത്തെ പറഞ്ഞതുപോലെ അമ്പലത്തിൽ വെച്ച് ഭാഗികമായിട്ട്, പള്ളിയിൽ വെച്ച് ഭാഗികമായിട്ട് ഒരു പാർശ്വദർശനം ഒരു മുഖത്തിന്റെ കിട്ടിയാൽ പോലും പ്രണയപരവശരാകുന്ന ഒരു തലമുറ പണ്ടുണ്ടായിരുന്നു. വിഷാദിയായ കാമുകൻ, ചന്ദ്രിക പ്രതാപിയായിട്ടുള്ള പണക്കാരനെ കല്യാണം കഴിച്ച് പോകുമ്പോൾ കയറിൽ തൂങ്ങി ഒടുങ്ങുന്ന കാമുകൻ ചെങ്ങമ്പുഴ എഴുതിയ കാലം മുതൽ അതുണ്ട്. എന്നാൽ ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും 8-9 വയസ്സാകുമ്പോൾ പോലും വീടുകളിൽ പോലും അതിഥിയോട് പറയും അവൾക്കൊരു ലൈനുണ്ട് അല്ലെങ്കിൽ അവനൊരു ലൈനുണ്ട്, ചോദിക്കും ഒരു നാണവും മാനവും ഇല്ലാതെ ഈ കൊച്ചിൻ്റെ. അപ്പോൾ കൊച്ചു പറയും 1 അല്ല 4 എണ്ണം ഉണ്ട്. അപ്പോൾ പൊട്ടിച്ചിരിക്കുക എല്ലാവരും. അപ്പൊ ഈ കുട്ടിക്കാലം പോലെ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരു പ്രണയ ലീല എന്ന് പറയുന്നത് ഒരു ഈ ആഭാസകരമായിട്ടുള്ള ഈ സംഗതിയെ നമ്മളത് നോർമലൈസ് ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അവരുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ് ഡിവൈസുകളിലൂടെ അവർ എത്രയും പെട്ടെന്ന് കാമാസക്തവും മൃഗീയവുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ കാഴ്ച പോകുന്നു. ഇപ്പുറത്ത് സിലബസിലും അല്ലെങ്കിൽ നിത്യജീവിതത്തിലും കവിതയുടെ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഈ കാമത്തെ ഉടുപ്പിച്ച് അതിനെ ഭംഗിപ്പെടുത്തിയ കാര്യങ്ങളിലേക്ക് അവരുടെ കണ്ണ് പോകാതെ ഇരിക്കുന്നു. അപ്പൊ അവര് മൃഗമായിട്ട് പുറമേക്ക് നല്ല ഉടുപ്പൊക്കെ ഇടുന്നുണ്ട്, നല്ല തടിയൻ കുട്ടി തടിച്ചു കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല കുടുംബത്തിൽ നിന്ന് വരെ തോന്നുന്നുണ്ടെങ്കിൽ ഈ മൃഗത്തിന്റെ ഒരു മാനസിക ഭാവത്തിലേക്ക് ആ കുഞ്ഞുങ്ങൾ പതുക്കെ പോയിട്ടുണ്ട്. ഈ മൃഗീയതയെ ചെറുക്കുവാനും
അതിനെ അതിജീവിക്കുവാനും അതിനെ ഭംഗിപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ കവിത കണ്ടുപിടിച്ച വാസ്തവത്തിൽ. ഇപ്പോൾ ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ നൃത്തത്തെ പറ്റി പറയുമ്പോൾ ഭരതമുനി പറയുന്നത് മൃദംഗാദി വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നൃത്തം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് മൃഗീയമായിട്ടുള്ള കാമവാസനയെ അതിവർത്തിക്കുന്ന വിലോലമായിട്ടുള്ള ഒരു പ്രണയഭാവന എതിർലിംഗത്തിൽ ആണിന് പെണ്ണോടും പെണ്ണിന് ആണിനോടും ഉളവാക്കാൻ വേണ്ടിയിട്ടാണ് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ കലയുടെ സംസ്കാര രൂപീകരണം എന്ന് പറയുന്നത് തന്നെ ഈ മാംസത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്തുന്ന ഒരു പണിയാണ്. ഇത് വെറും അഴുകിപ്പോകുന്ന മാംസമാണ് എന്ന് തോന്നിയിട്ട് അതിനെ ഉദാത്തമായി ശില്പം ചെയ്യുമ്പോൾ ശില്പി ചെയ്യുന്നതാണ്. കത്തിപ്പോവുക അല്ലെങ്കിൽ പുഴുക്കളരിച്ച് അഴുകിപ്പോവുകയോ ചെയ്യുന്ന ഒരു സ്ത്രീ ശരീരത്തിന്റെ പുരുഷ ഇപ്പോൾ മൈക്കലാഞ്ചലോ ഒരുപാട് ധാരാളം പുരുഷ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സൗന്ദര്യത്തെ പാറയിലേക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റിലേക്ക് അല്ലെങ്കിൽ മാർബിളിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ചെയ്യുന്ന ഈ നശ്വരതയെ അനശ്വരമാക്കുന്ന കലാവിദ്യയുടെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെ പറ്റിയുള്ള ധാരണ വളരെ കുട്ടിക്കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉളവാക്കാൻ പഴയ കാലത്തുള്ളതുപോലെ ഗംഭീരന്മാരായ അധ്യാപകരോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥമായ ശിക്ഷണമോ കിട്ടുന്നില്ല. ഇപ്പൊ നോക്കൂ, ഒരാള് പഴയ കാലത്ത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്, ഒരു ഭിക്ഷക്കാരൻ വന്നാൽ പോലും എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ പ്രത്യേകിച്ചും കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കും, മുതിർന്നവരും എഴുന്നേറ്റ് നിൽക്കും. ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ കാണാറുണ്ട്, സോഫയിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കള് ഇങ്ങനെ ചാരി കിടന്നിട്ട് ചെവിയിൽ ഇത് കുത്തിയിട്ട് എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഞാൻ XOR ആരായാലും അതിഥി കയറി വരുമ്പോൾ നമ്മൾ കാണുന്നോട്ട് നമ്മൾ പറഞ്ഞത്, ഈ അച്ഛനോ അമ്മയോ പറയും, മോനെ ഇത് സുഭാഷ് ചന്ദ്രൻ ഒരു എഴുത്തുകാരനാണ് മലയാളത്തിൽ എന്ന് പറയുന്നത് കരുതുക, അല്ലെങ്കിൽ വേറൊരു പേര് പറഞ്ഞു കുമാരൻ എന്നോ സുബ്രഹ്മണ്യൻ എന്നോ പറയുന്നത് കരുതുക. ഇപ്പം ഈ കിടന്ന കിടപ്പിൽ തന്നെ ഈ രണ്ട് ചെവിയിൽ നിന്ന് ഇതിങ്ങനെ ഊരിയിട്ടൊന്ന് അഭിവാദ്യം ചെയ്യും. അതാണ് എൻ്റെ അഭിവാദ്യം. എന്നിട്ട് പിന്നെ ഇത് കുത്തും. ഈ കാലൊന്ന് താഴേക്ക് വെക്കുകയോ, ഇത് ഒരു തെറ്റാണെന്ന് അച്ഛനമ്മമാർക്കും തോന്നുന്നില്ല, ഈ കുട്ടിക്ക് അത് തോന്നുന്നില്ല, കാരണം അവന് ആരും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല ശിക്ഷണം. ഇത് ജനാധിപത്യം എന്നാണ് അതിനെ പറയുക, അല്ലെങ്കിൽ ഇത് ന്യൂ നോർമൽ എന്ന് വിളിച്ചിട്ട് ഇതിനെ ചെറുതാക്കി. ഇതൊരു സംസ്കാരത്തിന്റെ പ്രകാശനമാണ്. നോക്കൂ, യൂറോപ്യനും അമേരിക്കനും അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരനുമായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരം എന്നൊക്കെ നമ്മൾ വെറുതെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ ഇത്രയും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നവരാണ്. നമ്മൾ അവരുടെ വളർത്തുപട്ടിയും കൊണ്ട് എതിരെ വരുമ്പോൾ ആ വളർത്തുപട്ടിയെ കൂടി അഭിവാദ്യം ചെല്ലിക്കാൻ വിഷമിക്കുന്നവരാണ്. സ്വന്തം പട്ടി, അവരെ സർനെയിം കൊടുക്കുന്ന ആ പട്ടിക്ക് അത്രയും ബഹുമാനം ജീവജാലങ്ങളോട് പോലും, വീട്ടിൽ വളർത്തുന്ന പെറ്റിനോട് പോലും പുലർത്തുന്ന ഒരു സംസ്കാരം അവിടെ, അതൊന്നും നമ്മൾ എടുക്കാതെ അവരുടെ മറ്റെന്തോ കാര്യങ്ങളിൽ നമ്മൾ ഭ്രമിക്കുകയും അത് സ്വീകരിക്കുകയും അവരുടെ യഥാർത്ഥമായ മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള മൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിനോടുള്ള ഭ്രമം അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ്. ഇംഗ്ലണ്ടിലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സും തെരുവ് ഭിക്ഷക്കാരനും നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നത് മനസ്സിലാക്കിയാൽ നമുക്ക് തീരാവുന്ന ഈ ഭ്രമം അതൊരു മേന്മയല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിന്റെ അകത്ത് എന്താണ് നമ്മൾ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭാഷയിലൂടെ എന്നുള്ളതാണ് പ്രശ്നം. എനിക്കിപ്പോൾ ഓർമ്മ വന്നത് സന്മാർഗം എന്ന് പറഞ്ഞിട്ടുള്ള സുഭാഷ് ചന്ദ്രന്റെ ഒരു കഥയാണ്. അതില് ആ കഥയെ പറ്റി കഥ വിശദീകരിക്കുന്നില്ല സമയം. കഥയുടെ അവസാനം എൻ്റെ തലമുറയിലെ മറ്റ് യുവാക്കളെയും പോലെ ഞാനും ഇരുന്നു. അത് പ്രതികരിക്കാതിരിക്കുന്ന ഒരു അനീതി തൊട്ടപ്പുറത്തെ മേശയിൽ നടക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ആ കഥ. ആ കഥയിൽ സുഭാഷ് ചന്ദ്രൻ സ്വന്തം തലമുറയെ വിമർശനാത്മകമായിട്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ ജനറേഷൻ വളരെ എന്താ പറയുക ക്ഷുഭിതയുപരമായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം സുഭാഷ് ചന്ദ്രന്റെ കാര്യം എടുത്താൽ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് ജനിക്കുകയും അടിയന്തരാവസ്ഥാനന്തര കാലത്ത് കൗമാരം പിന്നിടുകയും കൗമാര യൗവനങ്ങൾ പിന്നിടുകയും ഇന്ത്യയിലെ ആഗോളീകരണത്തിന്റെയും സാമ്പത്തിക മാറ്റങ്ങളുടെയും ഒക്കെ ഒരു കാലത്ത് യൗവനം ജീവിക്കുകയും ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരാൾ, അത് സമരങ്ങളുടെയും ഒരു കാലമായിരുന്നല്ലോ. സുഭാഷ് ചന്ദ്രൻ പുസ്തകങ്ങളും അല്ലെങ്കിൽ പത്രങ്ങളും വായിച്ചു തുടങ്ങിയ കാലത്ത് ജയപ്രകാശ് നാരായണന്റെയും ഒക്കെ നേതൃത്വത്തിൽ വൻ സമരങ്ങൾ ഇന്ത്യയിൽ നടക്കുകയും ജനാധിപത്യത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഉള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്ത ഒരു കാലമായിരുന്നു. ഇപ്പോൾ അന്ന് ജ്ഞാനസ്നാനം എന്ന കഥ എഴുതുന്നത് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറ പ്രതികരണം അല്ലെങ്കിൽ അന്നത്തെ അത്രയും ക്ഷുഭിതരല്ല എന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ ബാല്യത്തിൽ നിന്ന്
ഇപ്പോഴത്തെ ബാല്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട മാറ്റം അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്നിട്ടുള്ള വിപുലമായിട്ടുള്ള പരിണാമമാണ്. നമുക്കന്ന് ഒരു കല്യാണത്തിനോ മരണാനന്തരത്തിൻ്റെ 16 പോലൊരു സദ്യ കിട്ടുമ്പോൾ ഭയങ്കര ആസ്വദിച്ച് കഴിച്ചിരുന്ന ഒരു കുട്ടിക്കാലം നമുക്കുണ്ടായിരുന്നു. പായസം കുടിക്കുക എന്ന് പറയുന്ന അഷ്റാഫിൽ പായസം കൂടിയായിരുന്നു. ഒരു ചിക്കൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷറി ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും ലക്ഷറിയേ അല്ല. അവർ ഇപ്പോൾ വീഗനായിട്ട് മാറുന്നതാണ് അവരുടെ ഒരു ആകെ മാറ്റം എന്ന് പറയുന്നത്. നമ്മൾ റീഫിൽ പേനകൾ ഉപയോഗിച്ചിരുന്ന ആളുകളാണ്. മഷി നിറച്ച് പേന ഉപയോഗിച്ചിരുന്ന ആളാണ്. വീണ്ടും വീണ്ടും അതേ മഷിയിൽ ഇന്നിപ്പോൾ ഒരു ഉപയോഗം കഴിഞ്ഞിട്ട് പേന വലിച്ചെറിയുന്ന തലമുറക്കും അറിയില്ല ഈ പേന മാറ്റാം. മൊബൈൽ ഫോൺ കേടായി കഴിഞ്ഞാൽ നന്നാക്കാമെന്നല്ല, പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കുക എന്നല്ലാതെ ആണ്. അപ്പോൾ ഒരു ദാമ്പത്യത്തിൽ ഇപ്പോൾ ഈ കുട്ടിപ്രായം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ദാമ്പത്യത്തിൽ കിടക്കുമ്പോൾ 30 വയസ്സോടെ വിവാഹം കഴിക്കുമ്പോൾ അവർ ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഈ പുതിയ കാലത്തിൻ്റെ ശീലങ്ങളിൽ നിന്നാണ് അവർ ഇണയെ തേടുന്നത്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതൽ. ഇപ്പോൾ പുറമേക്ക് അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഫാമിലി കോർട്ടിലെ അഡ്വക്കേറ്റാണ്. അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം, എറണാകുളത്തെ അഡ്വക്കേറ്റാണ്, അവരെന്നോട് പറഞ്ഞൊരു കാര്യം, നോക്കൂ, പുതിയ കാലത്തെ ഡിവോഴ്സ് കേസുകളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അമ്മക്കുട്ടികളുടെ ആധിക്യമാണ്. അതായത് ഈ ഭർത്താവ് എന്ന് പറയുന്ന പുരുഷൻ, വിവാഹത്തിലെ ഹസ്ബൻഡ് ആ റോൾ വഹിക്കുന്ന ആള് അമ്മയുടെ കുട്ടിയിൽ നിന്ന് ഒട്ടും മുതിരാത്ത ഒരാളാണ്. അവന് 30 വയസ്സായി. ഞാൻ നേരത്തെ പറഞ്ഞ 17 വയസ്സിൽ ഇഡിപ്പസിന്റെ അമ്മ എഴുതിയ ആളാണ്. 21 വയസ്സിൽ കടികാരം നിൽക്കുന്ന സമയം ലാത്തൂരിൽ ഭൂകമ്പം ഉണ്ടായത് അറിഞ്ഞ് രാത്രി ഉറക്കമുളച്ചിരുന്ന് എഴുതിയ ഒരു കുട്ടിയായിരുന്നു ഞാൻ. 21 വയസ്സ് കുട്ടിയൊന്നും തന്നെയാണ്. പക്ഷെ ഇന്ന് 30 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ആള് പോലും ആ കുട്ടിത്തം എന്ന് പറയുന്ന, അപ്പം രൂപം വലുതായിട്ട് മീശ താടിയൊക്കെ വന്നിട്ടുണ്ടാവുമെങ്കിലും ആ കുട്ടിത്തത്തിൽ നിന്ന് മുതിർന്നിട്ടില്ല. അവനെ കുട്ടിയാക്കി തന്നെ നിർത്തുവാൻ വേണ്ടി ഉപഭോഗ സംസ്കാരവും കോർപ്പറേറ്റുകളും ചേരുന്ന വലിയ കളി കളിക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ കാലത്ത് ഈ സൗന്ദര്യവർദ്ധക സാധനങ്ങളുടെ മോഡലായിരുന്നത് സ്ത്രീകൾ മാത്രമായിരുന്നു നമുക്കറിയാം. കാരണം സ്ത്രീയാണ് സൗന്ദര്യം ഉണ്ടാകാൻ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഷേവ് ചെയ്യുന്നത്, പെർഫ്യൂം, അതെല്ലാം പുരുഷന്മാരുടെ പരസ്യങ്ങളൂടി വന്നു തുടങ്ങി. കാരണം വിപണി വിപുലമാകുമ്പോൾ 100 പേരുള്ള ഒരു സ്ഥലത്ത് 50-50 ആൺ പെൺ അനുപാതമെങ്കിൽ സ്ത്രീയെ മാത്രം ഉന്നം വയ്ക്കുന്ന ഒരു ഉൽപ്പന്നം ഇറക്കുന്നത് നഷ്ടമാണ്. അതുകൊണ്ട് ഈ ആണിനും ഇത് ബാധകമാണെന്ന് എഴുതി അങ്ങനെ അത് മാറ്റിയിട്ടില്ല അവർ. അപ്പം ഈ ഒരു മാറ്റം പ്രകടമായിട്ടുള്ള ഒരു 20-25 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഈ 21ാം നൂറ്റാണ്ടിൻ്റെ ഈ നമ്മൾ ക്വാർട്ടർ എന്ന് പറയുന്ന ആദ്യ ഈ 25 വർഷങ്ങൾ ബാല്യവും കൗമാരവും പിന്നിട്ട കുട്ടികൾ അനുഭവിച്ച ഒരു പൊതു പ്രശ്നം ഇതാണ്. യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഒരു പുതിയ കൾച്ചറിലൂടെ കടന്നു വരുന്ന ഒരു കാലമാണ്. അവർക്ക് സമരം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയില്ല. കാരണം ഈ സ്വസ്ഥതകളിൽ നിന്ന് ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി ഇപ്പം മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറയുന്ന സാക്ഷാൽ മഹാത്മാഗാന്ധി പോർബന്തറിലെ പ്രൈം മിനിസ്റ്ററുടെ മകനായിരുന്നു. പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ചാൽ അന്നത്തെ പദവിയാണ്, മകനായിരുന്നു. സാമ്പത്തികവും എല്ലാ ഭൗതിക സാഹചര്യങ്ങളുള്ള ആളുകളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രധാനമായ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ചുകൂടി പ്രവർത്തിച്ചത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ സെറ്റപ്പിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യാൻ പോകുന്നത്? സമാധാനമായിട്ട് അധികാര ശക്തികളോട് സമരസപ്പെട്ടു പോയാൽ കൂടുതൽ മെച്ചങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. എൻ്റെ സ്വന്തം കാര്യം വിചാരിക്കുന്നത് നമ്മൾ ഈ സമൂഹത്തിന്റെ ഒരു അംഗം മാത്രമാണ് എന്നും ഈ സമൂഹം നശിച്ചാൽ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പൊതുവില്ല. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഈ അവബോധമുള്ള ഒരു ന്യൂനപക്ഷം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കുട്ടികളെ നമ്മൾ പലപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു സാഹിത്യ ക്യാമ്പിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കഥയും കവിതയും എഴുതിയ കുട്ടികൾക്കൊക്കെ ഈ രാഷ്ട്രീയ ബോധ്യം നന്നായിട്ടുണ്ട്. അതിനെപ്പറ്റി അവർക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ പൊതുവിൽ ഈ ഭൂരിപക്ഷത്തിന്റെ ഇത് അങ്ങനെ ഇരിക്കുകയും അത് നവമാധ്യമങ്ങളിലൂടെ പ്രകാശിപ്പിക്കാൻ അവർക്ക് അവസരം കിട്ടുകയും ചെയ്തപ്പോൾ അതങ്ങനെ പരന്നിട്ടുണ്ട്. ഈ ഒരു കാതലില്ലായ്മ അല്ലെങ്കിൽ ഈ വെള്ള സമൂഹത്തിൽ നന്നായിട്ട് പരന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നിയമസഭയിലായതുകൊണ്ട് സുഭാഷ് ചേട്ടൻ കഥയിൽ എഴുതിയൊരു പ്രയോഗം എനിക്ക് ഓർമ്മ വരികയാണ്. ആൾക്കൂട്ടത്തിൻ്റെ അച്ഛനെ പോലെ EMS. അപ്പം ഇന്ന് മലയാള സമൂഹത്തിൽ ആൾക്കൂട്ടത്തിൻ്റെ അച്ഛനെ പോലെ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ അമ്മയെ പോലെ എന്ന് പറയാവുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭാവം
ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സമൂഹം നേരിടുന്നുണ്ട്? ഇവിടെ ഇരുന്നത് പറയുന്ന അപകടകരമാണെന്ന് എനിക്കറിയില്ല. എങ്കിലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ ഘടകം ആത്മാവിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ശൂന്യത നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പണ്ട് EMS, എൻ്റെ അച്ഛനൊരു സാധാരണ ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം അവിടെ എപ്പോഴും കോൺഗ്രസ് ജയിക്കുന്ന ഒരു MLA ആയിട്ട് K മുഹമ്മദ് അലി UDF-ൻ്റെ ആലുവ, MP ആയിട്ട് KV തോമസ് UDF-ൻ്റെ ജയിക്കുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ അച്ഛൻ മരണം വരെയും ഇടതുപക്ഷക്കാരനായിട്ടിരുന്നത്. ഒരിക്കലും അദ്ദേഹത്തിന് ജയം ആസ്വദിക്കാനുള്ള ഇതുണ്ടായില്ല. പക്ഷേ അദ്ദേഹം ദിനേശ് വീടി മാത്രം വലിക്കുന്ന, പുറത്തു പോയാൽ കട്ടൻ ചായ മാത്രം കുടിക്കുന്ന ഒരു സഖാവായിരുന്നു. ഒരു ദുശീലങ്ങളും വേറെ ഇല്ല. തൊഴിലാളി ആയിരുന്നു. ഇന്ത്യൻ അലൂമിനിയം കമ്പനിയിലെ ഒരു സാധാരണ തൊഴിലാളിയാണ്. ഞങ്ങൾ 5 മക്കളുടെ ഇളയവനാണ് ഞാൻ. അദ്ദേഹം മോശം കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇത് EMS അറിഞ്ഞാൽ അല്ലെങ്കിൽ നായനാർ അറിഞ്ഞാൽ എന്ത് മോശമാണ് എനിക്ക് എന്നുള്ളതാണ്. ഒരിക്കലും EMS-ഉം നായനാരും അദ്ദേഹത്തെ പറ്റി അറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്, ഒരു ഇടതുപക്ഷക്കാരനായ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ ദോഷം ചെയ്താൽ ഞാൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കും എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഏതെങ്കിലും ഇടതുപക്ഷക്കാരനോ വലതുപക്ഷക്കാരനോ കോൺഗ്രസ്സുകാരനോ അങ്ങനെ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം ഇവൻ ചെയ്യുന്നതിൻ്റെ ഒരു 1000 ഇരട്ടി അനീതിയും അധർമ്മവും മറ്റേയാൾ ചെയ്യുന്നത് ഇവനറിയാം. നമ്മുടെ പുതിയ യുവ നേതാക്കന്മാരെ നോക്കൂ. ഇപ്പോൾ ഇന്നും ഇന്നലെയും മിനിങ്ങാനുമായിട്ടൊരു യുവ രാഷ്ട്രീയ നേതാവൻ ഇങ്ങനെ വാർത്തകളെന്ന് അറിയുന്നു. അയാളത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുഴുവനും അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സാമാന്യ ധാരണ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നേ നമ്മുടെ പാർട്ടിയിൽ എന്നല്ലേ. ചുറ്റും നോക്കുന്നുണ്ട് അവൻ ആ സമയത്ത് മുഴുവൻ. അവനെ നയിച്ച അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും അവൻ്റെ എതിർ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ പറ്റി അവന് അറിവുണ്ടാകും. അവരെ പറ്റിയുള്ള ഈ അധാർമികതയുടെ, അനീതിയുടെ അല്ലെങ്കിൽ കുമാർഗത്തിൻ്റെ കഥകൾ അവൻ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അഥവാ അവൻ എഴുന്നേറ്റിന്ന് തൊഴാൻ തോന്നുന്ന ഒരു നേതാവിനെ അവൻ കണ്ടിട്ടുണ്ട് എങ്കിൽ, അവൻ്റെ മുന്നിൽ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രകാശം അവനെ ഭരിച്ചേനെ. അവന് ഇങ്ങനെയും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അപ്പം ഞാനും അതുപോലെ ആവണം എന്നൊരു പ്രചോദനാത്മകമായ ഒരു വിളിച്ച് അവൻ്റെ ആത്മാവിൽ വീണന്. പക്ഷെ അവനൊരു ഇരയാണ്. നമ്മൾ അവനെ വീഴ്ത്തി സമൂഹം ആക്രോശിക്കുമെങ്കിലും അയാളൊരു ഇരയാണ്. സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ നേതൃത്വത്തിൻ്റെ മുഴുവൻ ഇടങ്ങളിലും ഈ മാലിന്യം കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനിങ്ങനെയാണ് എന്താ പ്രശ്നം എന്ന് വിചാരിച്ച ഒരാൾ മാത്രമായിരിക്കും അവൻ. എനിക്കറിയില്ല, അയാളുടെ വ്യക്തിപരമായ കാര്യം എനിക്കറിയില്ല. എന്നാലും ഞാൻ ധരിക്കുന്നത് അങ്ങനെയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ദോഷമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അയ്യോ, പിണറായി അറിഞ്ഞതിനെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന് ഒരു ഇടതുപക്ഷക്കാരനും, അയ്യോ VD സതീശൻ അറിഞ്ഞതിനെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നൊരു കോൺഗ്രസ്സുകാരനും, അയ്യോ മോദി അറിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്നൊരു BJP-ക്കാരനും ഇണ്ടലുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ സമൂഹം കെട്ടുപോവുകയില്ലായിരുന്നു. ഇതേപോലെ ഈ ഭരണാധികാരികളുടെ അദൃശ്യമായ ഒരു CCTVക്ക് കീഴെയാണ് ജീവിക്കുന്നത് എന്ന ഒരു ഭയം എഴുത്തുകാർക്കുണ്ടോ? ഇന്നത്തെ എഴുത്തുകാർക്കുണ്ട് എന്ന് പത്രാധിപരും ഒരു സീനിയർ റൈറ്ററും സീനിയർ എഡിറ്ററുമായ സുഭാഷ് ചന്ദ്രൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ഭയത്തിൻ്റെ കാര്യമല്ല. അത് പലതും നേടിയെടുക്കലിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്കൊന്നും ഭയമൊന്നുമില്ല. അതുപോലെ നിശബ്ദരാകുന്ന തന്നെയാണ്. കാരണം അതുപോലെ ശബ്ദിക്കുകയും. അതെ, സെലക്റ്റീവ് ആണ്. സെലക്റ്റീവ് ഫെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയുണ്ട്. കാട് വെട്ടുമ്പോഴാണ് 100 മരങ്ങൾക്കിടയിൽ ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ കാട് ശോഷണമെന്ന് അറിയില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് ടൺ തടി കടത്തി കൊണ്ടുപോകാൻ പറ്റും. കാട് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവും. അതുപോലെ ഇത് ബോധപൂർവം ചെയ്യുന്നൊരു കാര്യം. ഇപ്പം നമുക്ക് മോദിയെ ആക്രമിക്കുന്ന നമ്മുടെ എഴുത്തുകാർ പിണറായിയെ പറ്റി ഒന്നും മിണ്ടില്ല. പിണറായിയെ ആക്രമിക്കുന്ന വലതുപക്ഷത്തിൻ്റെ കുറച്ച് എഴുത്തുകാരുണ്ട്. അവർ മോദിയെ പറ്റി പരമഭക്തന്മാരായിട്ട് ഇരിക്കും. ഇതൊരു അശ്ലീലമാണ്. എഴുത്തുകാരന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അപജയത്തെ ചൂണ്ടിക്കാണിക്കുവാനും തിരുത്തുവാനും ബാധ്യസ്ഥരാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് വാൽമീകി അതാണ് ചെയ്തത്. ആദ്യ കവി വാൽമീകിയായതും അദ്ദേഹത്തെ മഹാഋഷി എന്ന് നമ്മൾ വിളിക്കുന്നതും
അദ്ദേഹം ഋഷിത്വമൊന്നും നേടിയില്ല, അയാൾ ചെതൽപ്പുറ്റിയിരുന്നൊരു കാട്ടാളൻ മാത്രമായിരുന്നു. അദ്ദേഹം എഴുതിയ കവിതയുടെ മഹത്വം കൊണ്ടാണ് നമ്മൾ ഋഷി എന്ന് വിളിക്കുന്നത്. വാൽമീകി മഹർഷി, മഹാഋഷിയാണ് മഹർഷി എന്ന് വിളിക്കുന്നത്. അദ്ദേഹം അതിൽ പ്രയോഗിച്ച പൊളിറ്റിക്സ് ആണ്. ഒരു അന്ന് അധികാരത്തില് ജനാധിപത്യം വന്നിട്ടില്ലാത്തൊരു കാലത്ത്, രാജാവിന് സർവാധികാരം ഉണ്ടായിരുന്ന കാലത്ത്, ഒരു രാജാവ് ചെയ്ത അനീതിയെ പറ്റി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായിട്ട് എഴുതിയ കൃതിയായിട്ടാണ് ഞാൻ രാമായണത്തെ കാണുന്നത്. അധ്യാത്മ രാമായണം അല്ല ഉദ്ദേശിക്കുന്നത്, വാൽമീകി രാമായണം. അന്ന് രാജാവിനെ പറ്റി നെഗറ്റീവായിട്ട് എഴുതി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കാളിദാസനും കാലത്തിന്റെ ദാസനാണ് എന്ന് പഴയ ഒരു വിമർശകൻ പറഞ്ഞത്. രാജാവ് എവിടെയാണ്? രാമായണം എന്ന പേര് തന്നെ രാമന്റെ അയനം എന്നാണ്. അയനം എന്നുള്ള വാക്ക് സൂര്യന്റെ ചലനത്തെ സംബന്ധിച്ചാണ് ഇന്ത്യയിൽ പ്രചാരത്തിലുള്ളത്. സൂര്യന് ഉത്തരായനം ദക്ഷിണായനം ഉണ്ടായിരുന്നു. എന്നാൽ സൂര്യവംശജനായിട്ടുള്ള ഒരു രാജാവിനും 2 അയനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഭംഗ്യന്തരേണ അതിസമർത്ഥമായിട്ട് എഴുതിയ ഒരു കൃതിയാണ് രാമായണം. അതുകൊണ്ട് രാമായണം എന്നുള്ള പേര്. എന്താണ് 2 അയനം? അധികാരം കിട്ടുന്നത് വരെയുള്ള മര്യാദാ പുരുഷാർത്ഥവനായിട്ടുള്ള ഒരാൾ. അധികാരം കിട്ടിയതിന് ശേഷം സ്വന്തം കുടുംബത്തിൽ പോലും ജനാധിപത്യത്തിന്റെ എലമെന്റ്സ്, ഭാര്യയെയും നിറഗർഭിണിയായ ഭാര്യയെ കാട്ടിലെറിഞ്ഞ, ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് കാട്ടിലെറിഞ്ഞ ഒരു രാമൻ. ഇങ്ങനെ കൂടി ഇപ്പോൾ ഞാനത് പലയിടത്തും എഴുതിയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ സദസ്സിൽ ആർക്കെങ്കിലും അറിയാത്തതെങ്കിൽ പറയാം. കോനസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ എന്നാണ് ചോദ്യം. വാൽമീകി നാരദനോട് ചോദിക്കുകയാണ്. മണ്ണിന്റെ മഹർഷി സ്വർഗത്തിന്റെ മഹർഷിയോട് ചോദിക്കുകയാണ്. ഇപ്പൊ സ്വർഗത്തിന്റെ മഹർഷിക്ക് ലോകം മുഴുവൻ കാണേണ്ട കപ്പാസിറ്റി, അയാൾ പറഞ്ഞു നടക്കുന്ന ആള്. അയാൾ പറഞ്ഞ അങ്ങനെ ഒരാളുണ്ട്, ഗുണവും വീര്യവും ഉള്ളൊരു മനുഷ്യനുണ്ട്. അത് ഇങ്ങനെ ദാശരഥിയായിട്ടുള്ള രാമനാണെന്ന് പറയുന്നതാണ് അതിന്റെ തുടക്കം. നോക്കൂ, അവിടെ ആ 2 വാക്കുകൾ ഗുണവാൻ കശ്ച വീര്യവാൻ എന്ന് പറഞ്ഞാൽ ഗുണവും വീര്യവും ഉള്ളൊരു പുരുഷനെ കണ്ടിട്ടുണ്ട്. അത് ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന മര്യാദ പുരുഷോത്തമനടക്കമുള്ള ഗുണങ്ങൾ, നന്മ. വീര്യം എന്ന് വെച്ചാൽ അധികാരമാണ്. അൾട്ടിമേറ്റ് വീര്യം എന്ന് വെച്ചാൽ അധികാരം. അതുകൊണ്ടാണ് നമ്മൾ വീരഗുണം എന്ന് പറയുന്നത്, രാജസ ഗുണം എന്ന് പറയുന്നത്, രജോ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്ഷാത്ര ഗുണം എന്നൊക്കെ പറയുന്നതാണ്, ചോപ്പിന്റെയാണ്, അധികാരത്തിന്റെ തന്നെയാണ്. മര്യാദാ പുരുഷോത്തമനായ ഒരു മനുഷ്യന് അധികാരം കിട്ടിയിട്ട് മര്യാദാ പുരുഷോത്തമനായി തുടരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് വാൽമീകി ചോദിക്കുന്നത്. ഈ വാൽമീകിയുടെ കസ്റ്റഡിയിലാണ് ഇദ്ദേഹം പറയുന്ന, മറ്റേയാൾ പറയുന്ന മര്യാദാ പുരുഷോത്തമന്റെ ഭാര്യയും മക്കളും പുലരുന്നത്. അത് അതിഗംഭീരമായ ഒരു കാവ്യകൽപ്പനയാണ്. നിങ്ങൾ ഉപേക്ഷിച്ച നിങ്ങളുടെ നിറഗർഭിണിയായ ഭാര്യയെ സംരക്ഷിക്കുകയും അവരുടെ പ്രജകളെ, പ്രജ എന്ന് വെച്ചാൽ കുട്ടി എന്ന് അർത്ഥമുണ്ട്. അന്നത്തെ കാലത്ത് അതാണ് പ്രജകളാക്കാൻ വേണ്ടി 2 ആക്കിയത്. ലവനും കുശനും പ്രത്യേകിച്ച് ആ കഥയിൽ ഒന്നും ചെയ്യാനില്ല. ഒരു അശ്വമേധം നടത്തിയത് മാത്രമേ ഉള്ളൂ. ഒരു കുട്ടിയാക്കാതെ 2 കുട്ടിയായത് ആക്കിയത് പ്രജകൾ എന്ന് ഉപയോഗിക്കാൻ പറ്റും. പ്രജനനം എന്നുള്ള വാക്കിന് പ്രസവമൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ. പ്രജ എന്നുള്ള വാക്കിന് കുട്ടി എന്ന് തന്നെ അർത്ഥം. അതുകൊണ്ട് പ്രജാപതി എന്ന് പറഞ്ഞു. രാജാവ് നമ്മുടെ അച്ഛനാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആൾക്കൂട്ടത്തിന്റെ അച്ഛൻ എന്ന് EMS പറ്റി പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വന്ന് ആ 2 കുഞ്ഞുങ്ങളെ കൂടി എടുത്തു വളർത്തി അവരെ യുവാക്കന്മാരാക്കി ഈ രാമായണ കഥ മുഴുവനും മനഃപ്പാഠം പഠിപ്പിച്ച് രാജാവിന്റെ മുഖത്ത് പോയി, അധികാരത്തിന്റെ മുഖത്ത് പോയി ചൊല്ലടാ മക്കളെ എന്ന് പറഞ്ഞ് വിട്ട കവിയാണ് വാൽമീകി. അധികാരത്തെ നോക്കിയിട്ട് ഇത് ശരിയല്ല എന്ന് പറയുവാൻ കെൽപ്പുള്ള ഒരാളുടെ പേരാണ് വാൽമീകി മഹർഷി. അതുകൊണ്ടാണ് നമ്മൾ അധ്യാത്മ രാമായണത്തെ അല്ല വാൽമീകി വള്ളത്തോളുടെ തർജ്ജമ വായിച്ചറിയാൻ പറ്റും. അധികാരം കിട്ടിയതിന് ശേഷം സീതയെ കാണുമ്പോൾ രാമൻ പറയുന്നത് വാൽമീകി രാമായണത്തിൽ നിങ്ങൾക്ക് അത് ദിവ്യഗ്രന്ഥമായിട്ട് വിചാരിക്കേണ്ടത് വായിക്കാവുന്നതാണ്. നേത്രരോഗിക്ക് ദീപം കണ്ടാൽ എന്നതുപോലെ എൻ്റെ കണ്ണുകൾ നിന്റെ രൂപത്താൽ പൊള്ളുന്നു എന്നാണ് സീതയോട് പറയുന്നത്. ഈ പാവം സീതയോട് അഗ്നിശുദ്ധിയൊക്കെ വരുത്തിയിട്ട് ശുദ്ധമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെയും കരഞ്ഞു പറയണം, ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങയുടെ സീത തെറ്റ് ചെയ്യുകയില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അപ്പൊ പറയുകയാണ്, നിനക്ക് എൻ്റെ കൂടെ കഴിഞ്ഞ് രാജകീയ സുഖഭോഗങ്ങളിൽ പങ്കുപറ്റുവാനാണ് ആഗ്രഹമെങ്കിൽ അത് നടക്കില്ല. വേണമെങ്കിൽ ഈ സുഗ്രീവനെയോ ഹനുമാനെയോ മറ്റോ കല്യാണം കഴിച്ചോ, അല്ലാതെ എൻ്റെ ഭാര്യയായിട്ട് തുടരാമെന്ന്. നിന്റെ ദർശനം എൻ്റെ കണ്ണുകളെ, നേത്രരോഗിക്ക് ദീപം കണ്ടാൽ എങ്ങനെ എരിയുമോ അതുപോലെ എരിയുന്നു എന്നാണ് വാൽമീകി എഴുതി വെച്ചത്. സുഭാഷിതൻ പറയുന്നില്ല, വാൽമീകി മഹർഷിയുടെ വാക്കുകളാണ്. അധികാരം വന്നപ്പോൾ പെട്ടെന്നൊരു മര്യാദാ പുരുഷവും അനുജനോട് പറയുകയാണ്, നീ പഴയ പഞ്ചവടിയൊക്കെ കാണുന്നുള്ള വ്യാജേന ഇത് പറഞ്ഞിട്ടില്ല സീതയോട്, നിന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അനിയോട് പറഞ്ഞ പഞ്ചവടി പണ്ട് നമ്മൾ ഒന്നിച്ച് താമസിച്ച പഞ്ചവടി കാണാനുള്ള വ്യാജേന പോയാൽ ഇത് സാധിക്കും, അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്ന് വിടുകയാണ്. അങ്ങനെ രാമന്റെ ഉത്തരായനത്തെ പറ്റി, ഉത്തരായനം എന്ന് വെച്ചാൽ ഡൽഹിയിലേക്കുള്ള പോകുന്ന അർത്ഥമുണ്ട്. വാനരന്മാരോടൊപ്പമുള്ള താഴേക്കുള്ള പോക്കാണ് ദക്ഷിണായനം.
ഈ സീത ഇവന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡൽഹിയിലേക്ക് പോകുമ്പോഴും എങ്ങനെയാണ് ഇത് മോശമായി വരുന്നതെന്ന് അന്ന് എഴുതി വെച്ച ഒരാളാണ് വാത്മീകി എന്ന് പറയുന്നത്. പരസ്പരം പ്രതിധ്വനികളുള്ള ഒരു വാക്കാണത്, ഒരു വാചകമാണ് ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് ഒറ്റ ചോദ്യം കൂടെ ചോദിക്കാനുള്ളൂ. സുഭാഷ് ചന്ദ്രൻ ലത്തൂരിലെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഒറ്റ രാത്രി കൊണ്ട് കൗമാരക്കാരനായ മനുഷ്യൻ എഴുതിയ കഥയാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. അതാണ് മലയാള സാഹിത്യത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നത്. ആ കഥ വായിച്ചിട്ടാണ് ഹി മേ ഗോ എ ലോങ് വേ എന്ന് സാക്ഷാൽ എം ടി പറഞ്ഞത്. ഇതേ സുഭാഷ് ചന്ദ്രൻ ആയി കഴിഞ്ഞിട്ട് ഒരു രാത്രി കൊണ്ട് എഴുതിയ കഥയാണ് 3 മാന്ത്രികർ. അപ്പം ഒരു രാത്രി കൊണ്ട് കഥകൾ എഴുതാൻ പറ്റുന്ന ഒരു മനുഷ്യന് ഇത്രയും കാലം കൊണ്ട് വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. വളരെ കുറച്ച് കഥകളും 2 നോവലുകളും മാത്രമാണ് എഴുതിയത്. അപ്പം എനിക്ക് സുഭാഷ് ചന്ദ്രനെ വളരെ കൗമാരം മുതൽ വായിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു മനുഷ്യായുസിൽ പറയാൻ ഏറ്റവും പ്രയാസമുള്ള വാക്ക് 2 അക്ഷരമുള്ള ഒരു വാക്കാണ്, മതി. നമ്മൾ എത്തുന്ന ഒരു കണ്ടന്റ്മെന്റിന്റെ ഒരു സ്റ്റേജാണ്, ഒരു സ്റ്റേജറാണ്. അപ്പം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും സുഭാഷ് ചന്ദ്രൻ ഉള്ളാലെ സ്വാസ്ഥ്യമുള്ള ആളാണോ അതോ നിരന്തരം അസ്വസ്ഥനാണോ? മതി എന്ന വാക്കിന് സംസ്കൃതത്തില് ബുദ്ധി എന്നാണ് അർത്ഥം. മതി എന്ന വാക്കിന് മലയാളത്തില് മതി എന്നാണ് അർത്ഥം. ഒരു നല്ല കഥ കൂടി എഴുതിയിട്ട് മതി മരിക്കാൻ എന്നാണ് എൻ്റെ എപ്പോഴും ആഗ്രഹം. ഒരു നല്ല കഥ കൂടി എഴുതണം, ഒരു നല്ല നോവൽ കൂടി എഴുതണം എന്നാണ്. അങ്ങനെ ഒന്നേ എന്നെ പ്രചോദിപ്പിക്കുന്നത്. സച്ചിൻ തെണ്ടുൽക്കറോട് ഞാൻ ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് ആഗ്രഹിച്ച ആളാണ്. കുറേ വെയിൽ കൊണ്ടിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കാരനാവും, കപിൽ ദേവ് ആവുന്നതായിരുന്നു എൻ്റെ വിചാരം. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ 16 വയസ്സുള്ള സച്ചിൻ തെണ്ടുൽക്കർ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ആദ്യത്തെ സെഞ്ചുറി അടിച്ചപ്പോൾ ഞാൻ കളി നിർത്തി. എൻ്റെ കളി അവസാനിപ്പിക്കാൻ വേണ്ടി സച്ചിൻ പല കളികളും കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നിർത്തിയ ആളാണ്. സച്ചിൻ പറഞ്ഞ ഒരു വാചകം എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. എന്നേക്കാൾ ഇളയ ഒരു കുട്ടി ക്രിക്കറ്റിലെ ഗവാസ്കറിന്റെ റെക്കോർഡുകൾ കീഴടക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടിയായിരുന്നു അന്നയാൾ. പിന്നെ ഗവാസ്കറിനേക്കാൾ ബഹുദൂരം പിന്നോട്ട് പോകും. നമ്മൾ സച്ചിനെ അതിവർത്തിക്കുന്ന ഒരാളെ നമ്മൾ സങ്കല്പിച്ചിട്ടില്ല. പക്ഷെ കോഹ്ലി സച്ചിനെ എത്രയോ പെട്ടെന്ന് മറികടന്നു. ഇനി കോഹ്ലിയെ മറികടക്കാനുള്ള സൂര്യവംശികൾ പിറന്നു കഴിഞ്ഞു ക്രിക്കറ്റിൽ. അപ്പോൾ സച്ചിൻ പറഞ്ഞു, താങ്കളുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നേരെ അറിയപ്പെടുന്ന ആ ഒരു പന്ത് കളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു പന്ത് നന്നായിട്ട് കളിക്കണം എന്നാണ്. കാലം എന്ന് പറയുന്ന ദുഷ്ടനായ ബോളർ നമ്മുടെ വിക്കറ്റ് വീഴ്ത്താൻ വേണ്ടി ഓരോ പന്തായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ സഫലമായിട്ട് സിക്സൊന്നും പറത്തിയില്ലെങ്കിലും സഫലമായിട്ട് പ്രതിരോധിക്കാനെങ്കിലും വേണ്ടിയിട്ടാണ് നമ്മൾ വാക്കിൻ്റെ ഒരു ബാറ്റ് അവിടെ വച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിക്കറ്റ് പോകാതെ കാക്കണേ. ഇത് എനിക്ക് അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വാക്ക് എന്ന് പറയുന്ന ഈ വില്ലോ കഷ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ലൈനിൽ ലെങ്ത്തും പോകാതെ വയ്ക്കാൻ എനിക്ക് പറ്റണേ എന്നുള്ളത് മാത്രമാണ്. വാക്ക് അതുകൊണ്ട് ഒരു പ്രതിരോധം കൂടിയാണ്. എൻ്റെ ഡിഫൻസ് മോഡിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് ഞാൻ. പന്തൊക്കെ പറത്തിയ ആളുകളെ ത്രസിപ്പിക്കണം എന്നുള്ളത് എനിക്ക് തൽക്കാലം വിക്കറ്റ് പോകാതെ പ്രാണനെടുക്കാതെ എൻ്റെ വാക്ക് എന്നെ കാക്കണേ, അത് മതി എനിക്ക് എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഫോം ഈസ് ടെമ്പററി ബട്ട് ക്ലാസ് ഈസ് പെർമനന്റ് എന്ന വാചകത്തെ അനർത്ഥമാക്കി എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. അതുകൊണ്ട് സുഭാഷ് ചന്ദ്രൻ അന്നും ഇന്നും എന്നും നോട്ട് ഔട്ടാണ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മികച്ച എഴുത്തുകാരനാണെന്ന് മലയാളികൾക്ക് അറിയാം. എന്നാൽ എൻ്റെ ഈ ഒരു യുവതലമുറയ്ക്ക്, എൻ്റെ പ്രായമുള്ള കുട്ടികൾക്ക് സാറ് കുറച്ചും കൂടി ഒരു മികച്ച പ്രഭാഷകനായിട്ടാണ് നമുക്ക് പരിചിതമായിട്ടുള്ളത്. കാരണം നമുക്കിപ്പം സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് റീൽസ് ആയിട്ടും വീഡിയോ ആയിട്ടും സാറിൻ്റെ പ്രസംഗങ്ങൾ ഒക്കെ നമ്മുടെ പ്രഭാഷണങ്ങൾ നമ്മൾ ആസ്വദിക്കുന്ന ഒന്നാണ്. നമുക്ക് എത്ര കേട്ടാലും നമുക്ക് ബോറടിക്കില്ല. നന്നായിട്ട് വായിക്കുന്ന ആള്, വായനയെ ഗൗരവമായിട്ട് എടുത്തിട്ടുള്ള ഒരാളും ഒട്ടും പുസ്തകങ്ങൾ വായിക്കാത്ത ഒരാൾക്കും, പ്രായമായ ആൾക്കും, കുട്ടികളാണെങ്കിലും
സാറിന്റെ പ്രഭാഷണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. സാറിന്റെ പ്രഭാഷണങ്ങളിലൂടെ സാർ കുറച്ചുകൂടെ ജനകീയത നേടിയിട്ടുണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ജനകീയത നേടുന്നുണ്ടോ എന്ന് നമുക്ക് അളക്കാൻ, ഇവിടെ നിന്നിട്ട് അളക്കാൻ മാർഗമൊന്നുമില്ല. ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളല്ല. വേറെ ഒരുപാട് പണികൾ ചെയ്യാനുള്ളതുകൊണ്ട് അതിന് സമയം കിട്ടാത്തതാണ് കാര്യം. ഇങ്ങനെയുള്ള ഏതെങ്കിലും വേദികളിൽ ഇരുന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്ത ആളുകൾ പ്രചരിപ്പിക്കുന്നതാണ് മോള് കണ്ട ആ പ്രഭാഷണങ്ങളൊക്കെ. അതായത് ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് നടത്തുകയോ ഞാൻ സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയോ ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്ന സംഭാഷണങ്ങളൊന്നും അല്ല. മോളെപ്പോലുള്ള യുവതലമുറ ഇത് കാണുന്നുണ്ട്, സുഭാഷ് ചന്ദ്രൻ അങ്ങനെയെങ്കിലും അറിയുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത് അങ്ങനെയെങ്കിലും ഇയാളുടെ പുസ്തകങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും വായിക്കുകയും ചെയ്യും എന്നുള്ള ഒരു അധിക സന്തോഷം അതിനകത്തുണ്ട്. നമ്മളൊരു സീരിയൽ നടനെയോ സീരിയൽ നടിയെയൊക്കെ നമ്മൾ അറിയുന്ന പോലെ ഒരു എഴുത്തുകാരനെ അറിയണമെന്നില്ല. അതൊരു 2%. ഇപ്പോൾ ഏറ്റവും അധികം വിറ്റുപോകുന്ന ഒരു പുസ്തകം, എൻ്റെ നോവലുകൾ 1,00,000 കോപ്പിയൊക്കെ വിറ്റിട്ടുണ്ട് മനുഷ്യനാകുമ്പോൾ. പക്ഷെ 1,00,000 എന്ന് പറയുന്നത് 3.5 കോടിയിൽ എത്ര ശതമാനമാണെന്ന് കണക്കൂട്ടിയാൽ അറിയാം ഈ പാവം എഴുത്തുകാരുടെ പ്രശസ്തി എന്ന് പറയുന്നത് എത്ര മിഥ്യാ ബോധമാണ് എന്നുള്ളത്. ഒരു സീരിയലിൽ വരുന്ന നടനെ നടിയെയോ ഒരു സിനിമ മോൻ കാണിക്കുന്ന നടനെ നടിയോ ഒരു എൻ്റയർ ജനത മുഴുവൻ അറിയുമ്പോൾ ഇങ്ങനെ ആദരിക്കപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ പോലും പലരും ഒട്ടും അറിയുന്നില്ല. പക്ഷെ അതിന് സങ്കടപ്പെടാനൊന്നുമില്ല. ഈ വായിച്ചിട്ടുണ്ടാകുന്ന ആദരവും ഇഷ്ടവും മറ്റേ ഇഷ്ടത്തേക്കാൾ എത്രയോ ശക്തവും ആഘാതവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സുഭാഷ് ചന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആരാധനയാണെന്ന് സാറിനും അറിയാം. കാരണം കുട്ടി പറഞ്ഞ പോലെ സാറിന്റെ പ്രഭാഷണങ്ങളാണ് എഴുത്തുകളേക്കാൾ കൂടുതൽ എന്നെ ആവേശം കൊള്ളിച്ചത്. സാറ് തുടങ്ങിയത് തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും പുറകെ ഇറങ്ങിപ്പോയി എന്നാണ്. പക്ഷെ സാറെ ആ ഒഴുക്കൊന്നും ഒരു എഴുത്തുകാരനെ ബാധിക്കില്ല. സാറിനെ പോലെ ഞാനൊരു എളിയ എഴുത്തുകാരിയാണ്. എൻ്റെ 9 പുസ്തകങ്ങളിൽ പ്രകാശനം ചെയ്തിട്ടുള്ളൂ. ഒരു അക്ഷരങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത്, സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ജീവൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനും താരക്കാനാവുന്നതല്ല. സാർ മറ്റൊരു കാര്യം പറഞ്ഞതിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴത്തെ എഴുത്തുകാരൻ പല ആർട്ടിക്കിളും കോപ്പി ചെയ്ത് പല പുസ്തകങ്ങളും, മഹാന്മാരായ ആളുകളുടെ പല പുസ്തകങ്ങളും രഹസ്യമായി പോയിരുന്ന് വായിച്ച് പകർത്തി എഴുതുന്ന എഴുത്തുകളുണ്ടെന്ന് സാറ് പറഞ്ഞു. ഞാനത് വിശ്വസിക്കും, ഞാൻ അനുഭവിച്ചു കണ്ടിട്ടുണ്ടാണ്. പക്ഷെ ഒരു അവാർഡ് ജൂറി എന്ന നിലയ്ക്ക് സാർ ഇരിക്കുമ്പോൾ ഇത്തരം കൃതികൾക്ക് മൗനമായി അനുവാദം കൊടുക്കേണ്ടി വന്നിട്ടില്ലേ? ഈ പകർപ്പെഴുത്തുകൾക്ക് കൂടി അവാർഡുകൾ കൊടുക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ? എൻ്റെ എഴുത്തിനേക്കാൾ കൂടുതൽ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും സന്തോഷമില്ല. എഴുത്തുകാരന് സന്തോഷം ഉണ്ടാകുന്നത് നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെയാണ്. ഇപ്പം ഞാൻ 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ IFKയിൽ ഞാൻ അഭിനയിച്ച 2 സിനിമകൾ ഇത്തവണ 11 സിനിമകളുണ്ടായിരുന്നു. ഇപ്പം എന്നെ നടൻ എന്നുള്ള മറ്റുള്ള ആളുകൾ ആദരിക്കാനുള്ള ഞാൻ കൂടുതൽ തുടങ്ങി. കാരണം നമ്മൾ ഏകാന്തതയിൽ മേശപ്പുറത്തിരുന്ന് എഴുതുന്ന, കസേരയിലിരുന്ന് മേശപ്പുറത്ത് വെച്ച കടലാസിലോ കമ്പ്യൂട്ടറിൽ എഴുതുന്ന ആ ആളാണ് യഥാർത്ഥത്തിലുള്ള ആളെന്ന് എനിക്കറിയാം. മറ്റതെല്ലാം ഈ വേഷം കെട്ടലുകൾ മാത്രമാണ്. ഇവിടെ നിന്നുള്ള ഈ സംഭാഷണം അടക്കം വെറും വേഷം കെട്ടലുകൾ മാത്രമാണ്. പട്ടിയുടെ വേഷം കെട്ടിയാൽ കുരയ്ക്കണം എന്നുള്ളതുകൊണ്ട് കുരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ജൂറിയിലിരിക്കാൻ ഞാനിപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നിർണയത്തിലടക്കം ജൂറിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഞാനിരിക്കുന്ന സമിതിയിൽ ഒരിക്കലും വ്യാജന്മാർക്ക് അവാർഡ് കൊടുത്തിട്ടില്ല, വ്യാജകൾക്കും അവാർഡ് കൊടുത്തിട്ടില്ല. അത് നമുക്കറിയാൻ പറ്റില്ല. കട്ടെടുത്ത് എവിടെ നമ്മൾ മുഴുവൻ ലോകസാഹിത്യം മുഴുവൻ വായിക്കാത്ത ആളായതുകൊണ്ട് മോഷ്ടിച്ചിട്ടുണ്ടോന്നും അറിയാൻ പറ്റില്ല. പക്ഷെ മോഷ്ടിച്ചാൽ പോലും ക്രിയേറ്റിവിറ്റിയുള്ള ജീനിയസ് ആയ ഒരു മനുഷ്യന് അത് ഗംഭീരമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ 2 കൃതികളും വിവർത്തനമാണല്ലോ, സ്വന്തമായിട്ട് എഴുതിയതല്ല. അത് പക്ഷേ വാൽമീകിയുടെ കട്ടെടുത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എഴുത്തിൻ്റെ അച്ഛനായിട്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അങ്ങനെയുള്ളതിന് കുഴപ്പമില്ല, നമ്മൾ പാസ് മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വത്തെ തിരിച്ചറിയും. അല്ലാതെ കട്ടെടുക്കുന്നത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇല്ല അനുകർത്താവില്ല തൻ ജീവിത വല്ലരിയിൽ പൂ വിരിഞ്ഞു കാണാൻ വിധി
എന്നാണ് വൈലോപ്പിള്ളി പറഞ്ഞിട്ടുള്ളത്. അനികർത്താക്കള് ഒരർത്ഥത്തിൽ അപഹർത്താക്കൾ കൂടിയാണ്, മോഷണക്കാർ കൂടിയാണ്. അവന്റെ ജീവിതം ഒരിക്കലും പൂക്കുകയില്ല. താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങളും പ്രശസ്തിയും അവാർഡുകളൊക്കെ കിട്ടുമായിരിക്കും. അതൊന്നുമല്ല കാര്യം. ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുള്ള എനിക്കറിയാം. 50 പൈസയുടെ പോസ്റ്റ് കാർഡിൽ എഴുതപ്പെടുന്ന സുഭാഷ് ചന്ദ്രന്റെ പുസ്തകം ഞാൻ വായിച്ചു. ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു വരുന്ന ഒരു കത്തിന്റെ വില പോലും ഇല്ല ഒരു പുരസ്കാരത്തിന്. എനിക്ക് കിട്ടുന്ന റോള് എന്നെ 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് എന്റെ ഗോപാലൻ മാസ്റ്റർ രാവണനായിട്ട് അഭിനയിപ്പിച്ചത്. നീ കപ്പട മീശയൊക്കെ വെച്ച് രാവണനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് രാമന്റെ വേഷം കെട്ടാനായിരുന്നു കൊതി. 10ാം ക്ലാസ് വരെ എൻ്റെ പരിഹാസപ്പേര് രാവണൻ എന്നായിരുന്നു അതിൽ. അപ്പൊ എൻ്റെ ഈ കോലവും എൻ്റെ ശബ്ദവും ഒക്കെ വെച്ചിട്ടുള്ള റോള് എനിക്ക് കിട്ടുകയുള്ളൂ. ഏതായാലും ഈ പീഡന കേസിൽ പ്രതിയായ വീരനെ പറ്റി നാളെ ഒരു ബയോപിക് വരുമ്പോൾ അതിനകത്ത് നായകനാണ് ഞാൻ നിൽക്കില്ല, എത്ര വില്ലൻ ലുക്ക് ഉണ്ടെങ്കിലും. മനുഷ്യ ഗുണമുള്ള സുഭാഷ് ചന്ദ്രന്റെ വാക്ക് കേട്ടാൽ, അയാളെ കണ്ടാൽ, അയാളുടെ പുസ്തകം വായിച്ചാൽ എന്തെങ്കിലും ഒരു പ്രകാശം വേണം എന്നുള്ള കൊതിയാണ് എന്നെ എഴുത്തുകാരനാക്കിയത്. സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേരൊക്കെ ഞാൻ കരഞ്ഞു വാങ്ങിച്ച പേരാണ്. എനിക്ക് സുരേഷ് കുമാറിന്റെ അച്ഛനമ്മയുടെ അഭിനറിയാം. സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രം കണ്ട് അതുപോലെയൊക്കെ ഒരു മഹാനാവണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു 4.5 വയസ്സിൽ ഞാൻ. 54 വയസ്സിൽ എനിക്ക് അതിലും കൂടുതൽ മൂത്തട്ടേ ഉള്ളൂ. ആ കൊതി ഒട്ടും കുറഞ്ഞിട്ടില്ല. സമയം നേരത്തെ ഇംഗ്ലീഷ് ഭാഷയുടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തതിന്റെ ഒരു നന്മയെ കുറിച്ച് സാർ പറയുന്നത്, അത് ജയമോഹൻ സാറിന്റെ 100 സിംഹാസനം എന്ന നോവലിലെ IPS കിട്ടിയ ഒരു കഥാപാത്രത്തിന്റെ ഒരു പോർഷൻ ഉണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്റെ ശിഷ്യനായ ഇങ്ങേരുടെ ഗുരു, നീ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ നീ എന്നും ഒരു നായാടിയാണെന്നും ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു വരൂ എന്ന് പറഞ്ഞ് നയിക്കുന്നു. അതൊരു ശരിയാണെന്നാണ് സാർ എനിക്കടക്കം തോന്നുന്നത്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത് ഒരു കുറവ് ആണ് എന്നുള്ള രീതിയിലാണ് ഞാനടക്കം വിശ്വസിക്കുന്നത്. സാർ പറഞ്ഞത് തന്നെ ഒരു അല്ലാത്തപോലെ തോന്നുന്നു. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഭാഷയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നതിൽ, ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിൽ വലിയ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ലോകത്തിലെ മഹത്തായ സാഹിത്യം ഏതാണ്ട് അതിനോട് അടുപ്പിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ച്, ഞാൻ ഇംഗ്ലീഷിൽ ധാരാളം വായിച്ചിട്ടുള്ള, ഇംഗ്ലീഷിനെ ബഹുമാനിക്കുന്ന ഇംഗ്ലീഷ് കവികളെയും കഥാകൃത്തുക്കളെയും ദസ്തേവ്സ്കിയുടെ അടക്കം ഇതര ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള, അതിന് ബഹുമാനിക്കുന്ന, സന്തോഷിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് സ്വന്തം മാതൃഭാഷയെ ബഹുമാനിക്കാതെ ഇംഗ്ലീഷിനെ പുഴുത്തതിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഒരു ശകാരം പറയാനെങ്കിലും മലയാളം നിങ്ങളുടെ കൈവശമില്ലാതെ നിങ്ങൾ ഇംഗ്ലീഷിലെ മിൽട്ടന്റെ എത്ര കവികൾ ഉദ്ധരിച്ചിട്ട് മലയാളിയായിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ മലയാളിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വള്ളത്തോളിന്റെ വേണ്ട ബാലേന്ദ്രൻ ചുള്ളിക്കാട്ട് 2 വരിയെങ്കിലും വായിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു കെൽപ്പും ശക്തിയും മനസ്സും ഉണ്ടായതിനു ശേഷം മാത്രമേ നിങ്ങൾ മിൽട്ടനെ പറ്റി സംസാരിക്കാവൂ. അല്ലെങ്കിൽ അത് വെറും പാഴാണ്. Okay, last question, please. അപാരേ കാവ്യ സംസാരേ കവിദേവ പ്രജാപതി എന്നൊരു ചൊല്ലുണ്ട് പഴയ കാലത്ത്. അപാരമായ സർഗാത്മകതയുടെ ലോകത്തിൽ കവിയാണ് പ്രജാപതി എന്ന്. നമ്മൾ എഴുതുന്ന സമയത്ത് സെൻസർ ചെയ്യേണ്ടുന്ന ഏറ്റവും പരമാധികാരി അയാൾ തന്നെയാണ്. ഈ വാക്ക്, ഈ വാചകം, ഈ പ്രയോഗം, ഈ കഥാസന്ദർഭം, ഈ കാവ്യ സന്ദർഭം ഭൂമിക്കും മനുഷ്യനും മനുഷ്യരാശിക്കും എന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ട് അതിനെ സെൻസർ ചെയ്തുകൊണ്ടാണ് യഥാർത്ഥ കവി എഴുതുന്നത്. സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് മിതം ച സാരം ച വജോഹി വാഗ്മീത എന്നൊക്കെ പറയുന്നതാണ്. ഏറ്റവും സാരവത്തായിട്ടും ഏറ്റവും മിതമായിട്ടും സംസാരിക്കുന്നതിനാണ് വാഗ്മിത്വം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് അതിനെ കാച്ചി കുറുക്കുന്നത് ഇതിനു കൂടി വേണ്ടിയിട്ടാണ്, സമയലാഭത്തിന് വേണ്ടി മാത്രമല്ല. അതിൽ നിന്ന് വാക്ക് വലിയ ശക്തിയുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അതിനെ ഏറ്റവും മിതമായിട്ടും ഏറ്റവും പക്വമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അധികാരത്തിന് പക്ഷെ അത് അവർക്കനുസരിച്ചിട്ട്
എഡിറ്റ് ചെയ്യാനുള്ള അധികാരമൊക്കെ അവർക്കുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ പല സമകാലികമായ പല സന്ദർഭങ്ങളിൽ നമ്മളത് കണ്ടു. സിനിമയിലാകട്ടെ മുമ്പ് ഇപ്പോൾ തസ്ലീമ നസ്രീൻ്റെ പുസ്തകം ലജ്ജ വന്നപ്പോൾ നമ്മളത് കണ്ടു. അത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം ഇപ്പോഴും നമുക്ക് ഇന്ത്യയിൽ കിട്ടാനില്ല. അങ്ങനെ പലതരത്തിലുള്ള സെൻസറിങ്ങിൻ്റെ പല രീതിയിലുള്ള സംഗതികൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അതിവർത്തിക്കുന്ന ഒരു സെൻസറിങ് എന്ന് പറയുന്നത് എഴുത്തുകാരൻ തന്നെ നിർവഹിക്കുന്ന ഒന്നാണ്. അത് യഥാർത്ഥ എഴുത്തുകാരന് തൻ്റെ വാക്കിൻ്റെ ശക്തി അറിയാമെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ വാത്മീകിയുടെ കാലത്ത്, രാജവാഴ്ചയുടെ കാലത്ത് വാത്മീകി തൻ്റെ കൃതിയിലൂടെ യഥാർത്ഥമായൊരു അധികാര വിമർശനം സമർത്ഥമായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. സെൻസറിങ്ങുള്ള കാലത്താണ് തലപൂവും കാട്ടാളനായിട്ടൊരു കവിയാണ്. ഇങ്ങനെ രാജാവ് ഇങ്ങനെ ഭാര്യയും മക്കളെ ഉപേക്ഷിക്കുന്ന ഒരു കിരാതനാണ് മാ നിഷാദ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരെ നോക്കിയാണെന്ന് രാമായണം മുഴുവൻ വായിച്ച് നമ്മുടെ ഉള്ളിൽ തെളിച്ചുണ്ടാവും. അരുത് കാട്ടാള എന്ന് പറഞ്ഞത് കാട്ടാളനായിട്ട് എഴുതിയ കവിതയിലെ ആദ്യ ശ്ലോകമാണെന്ന് പറയുമ്പോൾ ഈ കവി പറഞ്ഞ കാട്ടാളൻ ആരാണ്, നിഷാദൻ ആരാണ്, ഈ ഇണക്കുരുവികളെ ദാമ്പത്യത്തെ തകർക്കുന്ന ഈ കാട്ടാളൻ ആരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ആ നിഷാദ എന്ന് വിളിച്ചതെന്നുള്ളൊരു അധികമായ വായന നമുക്ക് സാധ്യമാണ്. അപ്പൊ എന്തെല്ലാം അധികാര ശക്തികളും സെൻസർ ചെയ്താലും അതിനെ ഒളിച്ചു കടത്താൻ പറ്റുന്ന, അതിനെ അതിവർത്തിക്കാവുന്ന, ഇപ്പൊ എന്റെ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞ കഥയെ പറ്റി അബിൻ പറഞ്ഞു. അതിന്റെ അവസാനത്തെ വാക്ക് ഒരു വാക്കിലാണ് കഥ അവസാനിക്കുന്നത്. അത് പക്ഷെ അതിനെ പരത്തി പറഞ്ഞെങ്കിൽ അത് ഒരു പക്ഷെ ജയിലിൽ പോകാവുന്ന, ഒരു പിടിച്ച് ജയിലിലാവുന്ന ഒരു സംഗതിയൊക്കെ അതിനകത്തുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. പക്ഷെ അങ്ങനെ ഒരു കേസിനും ജഡ്ജിക്കും ബാധിക്കാനോ ജയിക്കാനോ പറ്റാത്ത വിധത്തിൽ അതിനെ കലാപരമായിട്ടാണ് അതിനെ അടക്കം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യാനുള്ള ശക്തി എഴുത്തുകാരനുണ്ടെങ്കിൽ ഈ സെൻസറിങ് നമുക്ക് തമാശയായിട്ട് തോന്നും. 2 or 3 പേരിൽ നമുക്ക് മാർക്കിടാനിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു നമ്മുടെ ജഡ്ജല്ല അവർ, നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് തമാശയായിട്ട് തോന്നും. ഈ നിമിഷങ്ങളെ സർഗാത്മകമാക്കിയ മലയാളത്തിൻ്റെ ഭാഷ തന്നെ ഒപ്പം വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി.